ധർമ്മം എന്താ? കർത്താവിൻ്റെ അധർമ്മം എന്താ? എന്തുകൊണ്ട് അവനെന്നെ അറിയാതെ പോകുമെന്ന് പറയുന്നു? അപ്പോൾ എന്തുകൊണ്ട് അവനെന്നെ അറിയുന്നത്? ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം. ആ നാളിൽ അവൻ എന്നെ എന്ത് ചെയ്യാതെ വരരുത്? അറിയാതെ വരരുത്. അറിയണം. എന്നെ നിങ്ങളെ എല്ലാം കർത്താവ് അറിയണം. അറിയാൻ വേണ്ടി കർത്താവ് പറഞ്ഞു ഈ വചനങ്ങളെ കേട്ട് ചെയ്യണമെന്ന്. നമ്മളെ അവൻ എന്ത് ചെയ്യണം? അറിയണം. സീരിയസ് ആയിട്ട് ഓർത്തേ, അറിയാതെ പോകുന്നതിൻ്റെ ദുഃഖം ചെറിയ ദുഃഖമാണ്. ആ ദുഃഖത്തിൽ നിന്നല്ലേ ഒരു പാട്ട് പോലും വന്നത്. ആരും സഹായമില്ലത് എല്ലാവരും പാരില് കണ്ടിട്ടും കാണാതെ പോയി. ഉപദേശിക്ക് സാധുവിന് അതങ്ങ് ഭയങ്കര മുറിവായിപ്പോയി. അന്നേരം പാട്ട് പാടി, ആരും സഹായമില്ല എല്ലാവരും പാരില് കണ്ടിട്ടും കാണാതെ പോകാം. അറിയാതെ പോയെന്ന് അവൻ എന്നെ മനസ്സിലാകാതെ പോയി. വരരുത്, ആ ഗതികേട് വരരുത്. ഇത്രയെല്ലാം കഷ്ടപ്പെട്ടിട്ട് ഒരു നല്ല മാല പോലും ഇട്ടില്ല. ഉള്ളതെല്ലാം ഊരി വെച്ചു. ഇടണമെന്ന് ആഗ്രഹമുണ്ട്. പലർക്കും ഇല്ലേ? ഉണ്ട്. പക്ഷെ ഇടാൻ ഒക്കൂ? ഇട്ട എന്തോ തരത്തില്ല, കത്രമേശ തരത്തില്ല. കത്രമേശ വന്നില്ലല്ലോ, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. അപ്പൊ അതിനു വേണ്ടി എന്തെല്ലാം മാറ്റിവെച്ചു ഇല്ലേ? വെച്ചില്ലേ? എന്തെല്ലാം മാറ്റിവെച്ചു. എനിക്കിഷ്ടമായിരുന്നു ഫ്രഞ്ച് വെക്കാൻ. ഞാൻ ഫ്രഞ്ചും വെച്ചോണ്ടൊരു ദിവസം വീട്ടിൽ ചെന്നു. അപ്പൊ പറഞ്ഞു, നീ വന്നേ ഫ്രഞ്ച് വെക്കണം. വെച്ചോ. ഞാൻ ചത്തിട്ടങ്ങ് വെക്കടാ, കൊല്ലടാ കൊല്ല്. പിന്നെ പഠിച്ചു കളഞ്ഞു. അങ്ങനെ ചത്തുപോയാൽ ഞാനെന്തോ ചെയ്യും? നീ ചത്തിട്ട് എന്നെ കൊന്നിട്ട് വെക്കടാ. തീർന്നു. അതും വെക്കാൻ ഒത്തു. ഫ്രഞ്ച് വെച്ച തെറ്റാണ്, അത് വേറൊരു കാര്യം. പക്ഷെ അതും വെക്കാൻ വയ്യ, അതും വെക്കാം. അപ്പം പറഞ്ഞു, വെച്ചോ, ചത്തിട്ട് വെക്കട. ഇനി ജാകാൻ നോക്കിയിരിക്കാനോ? എന്തൊരു കാര്യം. മുടിയെല്ലാം നരച്ചു. ഒരാൾ പറഞ്ഞു, മോനെ ഇത്രയും പ്രായമല്ല ആയുള്ളൂ. അപ്പം ഞാനും ഓർത്തു ഇച്ചിരി ഡൈ ചെയ്തേക്കാം. പെട്ടെന്ന് മുടി കളിപ്പിക്കാനോ കറപ്പിക്കാനോ ഒക്കത്തില്ല. അതും ചെയ്തില്ല, പേടിയായിപ്പോയി. ഇനി അതിൻ്റെ പേര് അറിയാതെ പോയെങ്കിലും മുടി വെളുപ്പിക്കാനോ കറപ്പിക്കാനോ. അപ്പൊ ഇതെല്ലാം റെസ്ട്രിക്ഷൻ ചെയ്തത്, ഇതെല്ലാം ഒഴിവാക്കിയത് എന്തിനു വേണ്ടിയാ? ഒറ്റ കാര്യം, ഒരു ദിവസം അവൻ എന്നെ എന്ത് ചെയ്യണം? അറിയണം. ഇതെല്ലാം നമ്മുടെയൊക്കെ അറിയാൻ വേണ്ടി എന്തെല്ലാം നമ്മൾ ചെയ്തു. ഒത്തിരി ഉപവസിച്ചു, ഒത്തിരി വിഷമിച്ചു, ഒത്തിരി കഷ്ടപ്പെട്ടു, എന്തൊക്കെയോ ഒഴിവാക്കി അല്ലേ? വീട്ടുകാരെന്തുമാത്രം. ഒരു അടിയന്തരത്തിന് പോകാൻ നോക്കൂ? മാപ്പിന് പോകുമോ? മാമോദിസായ്ക്ക് പോകുമോ? ഇല്ല. എന്താ? ബന്ധിക്കപ്പെട്ടാലോ? അന്ന് കഷ്ടകാലം, അറിയാതെ പോയെങ്കിൽ. അപ്പൊ ഇതെല്ലാം ഒഴിവാക്കിയത് ഒരു വലിയ ദിവസത്തിന് വേണ്ടി ഒരു ഒരുക്കമാണ്. അന്ന് അറിയാതെ പോകരുത്. അറിയാതെ പോകാതിരിക്കാൻ ഗുരു തന്നെ കുറെ കാര്യങ്ങളെ പറഞ്ഞു. വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിലേക്ക് വന്നാട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം. വളരെ സീരിയസ് ആയിട്ട് അപ്പൊ തന്നെ ചിന്തയോടെ നമുക്ക് കർത്താവിന്റെ സന്ധിയായിരിക്കാം. 5-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അവിടുന്ന് പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേലെ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അവന്റെ അടുക്കലാണ്. അപ്പം പുരുഷാരത്തെ കണ്ടാറെ മലമേ കയറി. യേശു കർത്താവ് ഇരുന്നു. ആര് വന്ന അടുക്കല്? ശിഷ്യന്മാര് വന്നു. അപ്പൊ ഇത് ആരോടുള്ള സംസാരമാണ്? പുരുഷാരത്തോടുള്ള. പുരുഷാരത്തിന് എന്തു മതി? അപ്പമൊക്കെ മതി. പുരുഷാരത്തിന് വേണ്ടത് ഉപദേശമൊന്നുമല്ല. പുരുഷാരത്തിന് വേണ്ടത് എന്താ? അപ്പവും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ വാക്കുകളെ കോറിയിട്ടത് പറഞ്ഞത് ആർക്ക് വേണ്ടിയാ? ശിഷ്യന്മാർക്ക് വേണ്ടിയാ, അല്ലാതെ പുരുഷാരത്തിന് വേണ്ടിയല്ല. പുരുഷാരത്തെ കണ്ടാറെ യേശു മലമേ കയറി. യേശു താൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. ഇല്ലേ? യേശു ഇരുന്നു. വേദോസത്തിലെ ഒരു വാക്യവും വെറുതെ പറയത്തില്ല. യേശു എന്ത് ചെയ്തു? ഇരുന്നു. എല്ലാവരും പറഞ്ഞേ, യേശു ഇരുന്നു. എന്തിനാ യേശു ഇരുന്നത്? യേശു കാല് കഴിച്ചപ്പോൾ ഇരുന്നാണോ? അല്ല. ഇരിക്കുക എന്നുള്ളൊരു വാക്കിന് അന്നത്തെ ഒരു പശ്ചാത്തലമുണ്ട്. ഈ വലിയ കാര്യങ്ങൾ റബ്ബിമാരൊക്കെ പറയുമ്പോൾ, ഉപദേശത്തിന്റെ ഗൗരവമായ കാര്യങ്ങളിലേക്ക് പറയാൻ വരുമ്പോൾ അവരെന്ത് ചെയ്യും? ഇരുന്നോണ്ടാ പറയും. കോടതി എപ്പോഴാണ് ആരംഭിക്കുന്നത്? കോടതി ആരംഭിക്കുന്നത് എപ്പോഴാണ്? ജഡ്ജി എന്ത് ചെയ്യുമ്പോഴാ? ഇരിക്കുമ്പോഴാണ്. ജഡ്ജി എഴുന്നേൽക്കുമ്പോൾ എന്തോ പിരിഞ്ഞു? കോടതി പിരിഞ്ഞു. നിയമസഭ ആരംഭിക്കുന്ന സ്പീക്കർ എന്ത് ചെയ്യുമ്പോഴാ? ഇരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഈ കേരള നിയമസഭയിൽ ഈയിടയ്ക്ക് കണ്ടില്ലേ, സ്പീക്കറുടെ കസേര എടുത്ത് മറിച്ചിട്ടു. വി ശിവൻകുട്ടി. എന്തിനാണ്? ഇങ്ങനെ എന്തോ ചെയ്യരുത്, ഇരിക്കരുത്. അപ്പോഴും ഇവർ ഓർത്തില്ല അവിടെ നിന്നുകൊണ്ട് കൈ കാണിക്കുമെന്ന്. അപ്പൊ അടുത്ത പ്രോട്ടോകോൾ ഇഷ്യൂ, കൈ കാണിച്ചാൽ, ആംഗ്യം കാണിച്ചാൽ എന്തോ ചെയ്യാമോ എന്ന് തുടങ്ങാമോ? ഇവരാകും നോക്കി അതെടുത്ത് തിരിച്ചു മറിച്ചിട്ട്. ഇതെല്ലാം ലൈവായിട്ട് മനുഷ്യൻ കണ്ടോണ്ടിരിക്കുകയല്ലേ. തിരിച്ചിട്ടെന്ന്. എന്തിനാ തിരിച്ചിട്ടത്? സ്പീക്കർ എന്തോ ചെയ്യരുത്, ഇരിക്കരുത്. അങ്ങനെ മോൻ മുറി ഇരുന്നുകൊണ്ട് പറഞ്ഞു തുടങ്ങിക്കോളെ. അപ്പൊ അടുത്ത ഒരു പ്രോട്ടോകോൾ, ഭയങ്കര ചർച്ച. അങ്ങനെ തുടങ്ങാൻ ഒക്കുമോ? നിയമസഭയ്ക്ക് എവിടെ നിന്നുകൊണ്ടും പറഞ്ഞാൽ ആംഗ്യം കാണിച്ചാൽ തുടങ്ങാൻ ഒക്കും. എന്നാലും പറയുന്നു സ്പീക്കറുടെ ചെയറാണ്, അയാൾ അവിടെ ഇരിക്കണം. അത് ബഹുമാനപ്പെട്ട ഒരു ചെയറാണ്. പണ്ട് സന്യാസിമാരൊക്കെ പ്രസംഗിക്കുമ്പോൾ ആൽത്തറയിലൊക്കെ ഇരുന്നുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അങ്ങനെ പ്രസംഗിക്കുന്ന അറിയാമോ? ഒന്ന് വിരിക്കും. എന്താ? പുലിത്തോല് വിരിക്കും. പുലിത്തോല് വിരിച്ചിട്ട് അവത്തെ ഇരുന്ന എന്ത് ചെയ്യുന്നത്? പ്രസംഗിക്കുന്നത്. മേനകാ ഗാന്ധി മന്ത്രിയായപ്പം അത് നിർത്തി, പുലിത്തോല് മാറ്റി. അറസ്റ്റ് ചെയ്യും. മൃഗത്തെ എന്ത് ചെയ്യാൻ പാടില്ല? കൊല്ലാൻ പാടില്ല. പുലിത്തോലും മാന്തോലും ഒന്നും ഇടാനൊക്കെ തരും. ഇപ്പം പിന്നെ കരിമ്പോടും ഒക്കെ ആക്കി. എന്നാലും അവർ പറയുന്നത് എന്തോ ചെയ്തുകൊണ്ടാ? ഇരുന്നുകൊണ്ടാ പറയുന്നത്. ഞാൻ ചിലപ്പോഴൊക്കെ ഓർത്തു പോയിട്ടുണ്ട്. ഉപദേശിമാർക്ക് ഇത് അറിയാത്തോണ്ടായിരിക്കാം. വലിയ കാര്യം പറയുമ്പോൾ ഓട്ടടാ, ബഹളത്തോട് ബഹള. അപ്പോൾ ഓർത്തോണം വലിയ കാര്യമൊന്നും അല്ല പറയുന്നത്.
വലിയ കാര്യമൊക്കെ പറയുവാണെങ്കിൽ എങ്ങനെ പറയും? ശാന്തമായിട്ടൊക്കെ. പിന്നെ നമ്മളെന്താ ഇരിക്കാത്തെന്ന് ചോദിച്ചാൽ അത് വേറൊരു കാര്യം കൊണ്ടാണ്. ഒരിക്കൽ പ്രായമുള്ളൊരു അപ്പച്ചൻ പറഞ്ഞു, ഞാൻ ഇരുന്നുകൊണ്ട് പ്രസംഗിച്ചോട്ടെന്ന് ചോദിച്ചു. ക്ഷീണമാണ്. വിശ്വാസികൾ പറഞ്ഞു, സന്തോഷം, ഞങ്ങൾ കിടന്നുകൊണ്ട് എന്ത് ചെയ്തോളാം, കേട്ടോന്നല്ല. അപ്പം നമ്മളെങ്ങാനും ഇരുന്നെങ്കിൽ നിങ്ങളെന്തോ ചെയ്യും? നിന്നിട്ട് ഇരിക്കുന്നില്ല, എന്നിട്ട് എൻ്റെ ദൈവം എത്ര വട്ടം ഉറങ്ങുന്നു. അപ്പൊ പിന്നെ ഇരുന്ന് പോയാലോ ഒക്കത്തില്ല. അപ്പൊ യേശു ഇരുന്നു എന്ന് പറയുന്നതിന്റെ വാക്കിന്റെ അർത്ഥം വളരെ ഗൗരവമായ കുറെ കാര്യങ്ങൾ പറയാൻ പോവാം. അതുകൊണ്ടാണ് കർത്താവ് എന്ത് ചെയ്തത്? ഇരുന്നത്. ഇനിയും പറയാൻ പോകുന്നതിന്റെ സീരിയസ്നെസ് കാണിക്കുന്ന ഒരു വാക്കാണ് യേശുദാൻ എന്ത് ചെയ്തു? ഇരുന്നു. അങ്ങനെ ഇരുന്നു എന്നുള്ളൊരു വാക്ക് വേറെടുത്ത് കാണുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ കാണുന്നു, യേശു പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരുന്നു. ആ വാക്കിന്റെ അർത്ഥം ഇറ്റ് ഈസ് ഡൺ. അവന്റെ വർക്ക് തീർന്നു. പാപപരിഹാരവുമായി ബന്ധപ്പെട്ട് യേശുവിന് ചെയ്യാനുള്ളതെല്ലാം എന്ത് ചെയ്തു? പൂർത്തി. വർക്ക് ഫിനിഷ് ചെയ്തു. ദാറ്റ് വർക്ക് ഈസ് ഡൺ. ദാറ്റ് വർക്ക് ഈസ് ഫിനിഷ്ഡ്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ടെറ്റലൈസ്ഡായി. അതുകൊണ്ടാണ് കർത്താവ് എന്ത് ചെയ്തത്? ഇരുന്നത്. അപ്പൊ നോക്കുക, യേശു കർത്താവ് ഇരുന്നിട്ട് പറയുകയാണ് ആരാണ് ഭാഗ്യവാൻ. അതാണ് അഷ്ടഭാഗ്യങ്ങൾ എന്നറിയപ്പെടുന്ന ഭാഗമാണ്. അഷ്ടഭാഗ്യങ്ങളാണ് ദൈവരാജ്യത്തിന്റെ ബിയാറ്റിറ്റ്യൂഡ്സ്, ദൈവരാജ്യത്തിന്റെ ഭാഗ്യങ്ങൾ. ഈ ഭാഗ്യങ്ങളെ നമുക്ക് നോക്കണം. ദൈവം ഇരുന്ന ശേഷം പുരുഷാരത്തെയായിട്ടല്ല ശിഷ്യന്മാരോട് പറയുന്നു ആരാണ് ഭാഗ്യവാൻ. സത്യത്തില് ഭാഗ്യവാൻ എന്നൊക്കെ പറയുന്ന ആരാണ്? ആരാണ് ഭാഗ്യവാൻ? ആരാണ് ഭാഗ്യം? ലോട്ടറിയുടെ പാരൻ എന്താ പറയുന്നത്? ആരാണ് നാളത്തെ ഭാഗ്യവാൻ? ഭാഗ്യവാൻ. ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു കാര്യമുണ്ട്. റാന്നി കോളേജിൽ പഠിച്ചത്. റാന്നി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഡിഗ്രിക്ക് പഠിക്കുക. നമ്മളൊക്കെ വളരെ ചുരുങ്ങിയൊക്കെ പോകുന്ന കാര്യമാണ്. പൊതിയൊക്കെ കെട്ടിക്കൊണ്ട് പോകും ആ സമയം. അപ്പൊ എൻ്റെ സീനിയർ, എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു ബന്ധുവായ പയ്യൻ, അവനന്ന് സ്കൂൾ ലൈഫിൽ അങ്ങ് ജർമ്മനിക്ക് പോയി. അവൻ ജർമ്മനിയിൽ നിന്ന് നാട്ടി വന്നു. അപ്പൊ അന്ന് റാന്നി പിന്നെ കോളേജിലൊക്കെ പ്രത്യേകത ഔട്ട്സൈഡ് പാർട്ടികളെ അകത്ത് കയറ്റത്തില്ല, അടിയാണ്. പാർട്ടിയൊക്കെ സ്ട്രോങ് അല്ലേ, പിള്ളേരൊക്കെ സ്ട്രോങ്. പക്ഷെ ഇവന്റെ കമ്പനി എല്ലാം അകത്തുള്ളത് കൊണ്ടും ഇവൻ എപ്പോഴും കോളേജ് വരും. രാവിലെ മുതൽ വയ്യോളം കോളേജിൽ. എങ്ങനെ വരും എന്നറിയാവോ? രാവിലെ അവനൊരു ബുള്ളറ്റേ വരും. ഉച്ചയാകുമ്പോൾ അവനൊരു തുറന്ന ജീപ്പ് എടുത്തുകൊണ്ട് വരും, ഒരു കട്ട്ചേസ് വണ്ടി എങ്ങാണ്ട് നിർത്തുകൊണ്ട് വന്ന. പിന്നെ ഇടയ്ക്കൊരു ബെൻസ് ഒക്കെ എടുത്തോണ്ട്, അന്ന് ബെൻസ് അല്ല, ടാറ്റ, ഈ ഒരു വലിയ ടാറ്റ എസ്റ്റേറ്റ് ഒരു വണ്ടി അവത്തെ വരും. ഇവനങ്ങ് ചെത്തുവാണ്. ക്യാൻറ്റീനിലോട്ടൊക്കെ വന്ന ചോദിക്കുന്നവർക്കെല്ലാം പെപ്സി കൊടുക്കുന്നു, പപ്സ് കൊടുക്കുന്നു എന്ന് വേണ്ട, പൈസ ഇട്ട് പൊക്കറ്റ് നിറച്ച പൈസ ആട്ടിച്ചങ്ങ് പൊളിക്കുക. ഇവനെ ഇങ്ങനെ രാജാവായിട്ട് കൊണ്ടു കിടക്കുക. ഇവൻ പൈസ ഇട്ട് കാളിക്കുക. ഇതെല്ലാം കണ്ടപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ച്, കണ്ടടാ കാണടാ 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 ഭാഗ്യവാൻ, കണ്ടടാ തമ്പുരാനിവൻ്റെ തലയെ വരച്ചത്. നമ്മുടെ എവിടെങ്കിലും വരച്ചായിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകത്തില്ല. തമ്പുരാനിവൻ്റെ തലയെ വരച്ച്. അപ്പൊ രാവിലെ ബൈക്കേ വന്നു, ഉച്ചയ്ക്ക് കാറേ വന്നു, വൈകിട്ട് തുറന്നൊരു ജീപ്പേ വന്നാൽ അവൻ ആരാണ്? ഭാഗ്യവാൻ. സത്യത്തിൽ ഭാഗ്യവാനാണെന്ന് നമ്മൾ പറയും. അത് ഭാഗ്യമാണോ? ശരിക്കും ഭാഗ്യമല്ല. പണ്ടൊക്കെ പറഞ്ഞു 3-4 ആമ്പിള്ളേരുള്ളത് എന്താണെന്ന്? ഭാഗ്യമാണ്. ഭാഗ്യമല്ലായിരുന്നോ? ആണ്. പക്ഷെ ഒരുത്തൻ മുക്കുടിയെ, മറ്റവന്റെ തലയിൽ കടാര, മറ്റവൻ പോലീസ് സ്റ്റേഷൻ. അപ്പൊ അച്ചായൻ പറഞ്ഞു ഇവനും ജനിപ്പിച്ച സമയത്ത് തമ്പുരാനെ. അപ്പൊ അറിഞ്ഞു കുറെ പെൺപിള്ളേരെ ഗൾഫിൽ പോയി നിരാശ ഉണ്ടാക്കി. അപ്പം പറഞ്ഞു ആര് ഭാഗ്യവതി? പെണ്ണുള്ളവൻ ആരാ? ഭാഗ്യാന്ന് പറഞ്ഞു. കാരണം പെൺപിള്ളേരെല്ലാം എവിടെ പോയി? ഗൾഫിൽ പോയ. അപ്പം പെണ്ണ് ഭാഗ്യാതെ. ഇപ്പൊ അതെല്ലാം അറിയും. ഇപ്പൊ എന്നാ പറയുന്നത് അറിയാവും? മക്കളില്ലാത്തവർ ഭാഗ്യവാൻ. അതും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. വരുന്ന ഒരു കാലം ആരില്ലാത്തവർ? മക്കളില്ലാത്തവർ ഭാഗ്യം മാറി മാറി വരിക. മക്കളില്ലാത്തവർ ഭാഗ്യവാന്മാരെന്ന് പറയല്ലേ. കാരണം പഠിച്ചിട്ട് വരുന്ന പല പിള്ളേർ ഞാൻ കണ്ടാണ്. ഒരിക്കൽ കർത്താവ് പറയുന്നുണ്ട്, ഈ ക്രൂശ് എടുത്തുകൊണ്ട് പോകുമ്പോൾ ശീമോൻ ക്രൂശ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം കുറെ പേര് കരഞ്ഞോട്ട് വന്നപ്പോൾ യേശു തിരിഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി എന്ന് ചെയ്യണ്ട, കരയണ്ട. എന്ത് ചൊല്ലി കരയാൻ പറഞ്ഞു? നിങ്ങളെയും നിങ്ങളുടെ. എന്നിട്ട് കർത്താവ് എന്താ പറഞ്ഞത്? ഒരു കാലം വരുന്നു. ഏത് കാലം? പ്രസവിക്കാത്ത സ്ത്രീകൾ, പാല് കുടിപ്പിക്കാൻ ഭാഗ്യം ലഭിക്കാത്തവർ, അവർ ഭാഗ്യവതി എന്ന് പറയുന്ന ഒരു കാലം വരുന്നു എന്നാണോ? അല്ല. എന്തോ ചെയ്തു? വന്നു. ഒരു രാത്രി ഒരു കൊച്ചിറങ്ങിപ്പോയി. ആ കൊച്ചിറങ്ങിപ്പോയത് ആരോടാന്നറിയില്ല. നല്ലൊരു കുടുംബം, അന്യമതസ്ഥനായ ഒരാളോടാ പോയത്. വെളുപ്പങ്കാലത്ത് ആ കൊച്ചെന്നെ വിളിച്ചു പറഞ്ഞു, അമ്മയോട് ഇന്ന് പറയണം, ഞാനിങ്ങനെ പോന്നു, ഇന്നിടത്തുണ്ട്, കല്യാണം കഴിഞ്ഞു, ഇന്നാരുടെ കൂടാ എന്നെ ഏൽപ്പിച്ചു. ഞാൻ ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ ഇങ്ങനെ പോയി, ചത്തിട്ടില്ല, ഇന്നിടത്തുണ്ട്. ഞാൻ കണ്ടു ആ അമ്മ തലയിട്ടിട്ട് ഭിത്തിക്കിട്ട് ഇടിക്കുന്നു. ഇടി എന്നൊക്കെ പറഞ്ഞ പെര കൊലുങ്ങുക. അവര് പറയുന്നൊരു കാര്യമുണ്ട്, ഇടിഞ്ഞ് വീരട്ടി കുന്ത്രണ്ടല്ല. തമ്പുരാനെ പെട്ടെന്ന് എൻ്റെ അകത്തൊരു കൊള്ളിയാൻ വേണ്ടി. കർത്താവ് എന്താ പറഞ്ഞേ? അന്നൊരു കാലം പറയും, കുന്നുകളെ ഞങ്ങളുടെ മേൽ വന്ന് വീഴുവീൻ, പർവ്വതങ്ങളെ ഞങ്ങളെ വന്ന് മൂടുവീൻ എന്ന് പറയുന്ന ഒരു കാലം വരും. അപ്പം പിന്നെ ആരാ ഭാഗ്യം? ഇത് ഭാഗ്യമാണോ? എല്ലാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് കുറെ പേരില്ല നാട്ടിൽ പോയി. എന്താണ്? 5-10 ഏക്കർ തോട്ടം മേടിച്ചിട്ട്. കുഴപ്പമൊന്നുമില്ല, തോട്ടം കൊണ്ട് ജീവിക്കാം. ഈ വെയിലത്ത് അവിടെ ഒന്നുമില്ല, കുടുംബമായിട്ടൊക്കെ ജീവിക്കത്തില്ലേ. അപ്പോഴാണ് അറിഞ്ഞത് തോട്ടത്തിന്റെ വില, റബ്ബറിന്റെ എന്തോ പറഞ്ഞു വില കുറഞ്ഞു. ഇനിയിപ്പോൾ എന്തോ ചെയ്യും? ടാപ്പിംഗ് ഹാൻഡ് കൊടുക്കാൻ പോലും തികയത്തില്ല. കയ്യിൽ നിന്ന് കാശിട്ട് ആർക്ക് കൊടുക്കണം? ടാപ്പിംഗ് ഹാൻഡ് കൊടുക്കും. എന്നാൽ പിന്നെ എന്തോ ചെയ്യണ്ടെന്ന് വെട്ടണ്ട. അപ്പൊ ആരാ ഭാഗ്യവാൻ?
ആരാ ഭാഗ്യവാൻ? അപ്പൊ എന്താ ഇട്ടു? പ്രൈവറ്റ് ബാങ്കിൽ കൊണ്ടിട്ടു. അപ്പോഴാണ് ഒരു ദിവസം അറിഞ്ഞത് ബാങ്ക് പൊട്ടിയെന്ന്. ഇനി എന്തോ ചെയ്യും? ആകെ പൊട്ടി. അപ്പൊ എന്തോ ഭാഗ്യം. അപ്പം പറഞ്ഞു വസ്തു മേടിച്ചിട്ടാ മതി. വസ്തുവിന് നല്ല വിലയായിരുന്നു. അപ്പം താണ്ടെ ഒരു കഷ്യം വസ്തുവിന്റെ എന്തോ പോയി, വില പോയി. ഇനിയിപ്പോ എന്തോ ചെയ്യും അറിയില്ല. അപ്പൊ ആരാ ഭാഗ്യവാൻ? റിയലായിട്ട് ആരാണ് ഭാഗ്യവാൻ എന്ന് പറയാണ്. വേദപുസ്തകത്തിന്റെ അഷ്ടഭാഗ്യങ്ങളെ അവിടെ കാണുന്നത്. യേശു ഇരുന്ന ശേഷം വളരെ ഗൗരവമായി പറയുന്ന ഭാഗങ്ങളെ നമുക്ക് നോക്കാം. അപ്പൊ ഈ ഭാഗ്യവാൻ എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ കാലഘട്ടങ്ങളുമായിട്ട് ചിന്തിച്ച് നമ്മൾ നോക്കണം. ഹോമറിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഏറ്റവും ധനാഢ്യനായ മനുഷ്യനാണ് ഭാഗ്യവാൻ. പ്ലേറ്റോ പറയുന്നത് സക്സസ്ഫുൾ ബിസിനസ്മെൻ ആണ് ഭാഗ്യവാൻ. അപ്പം തന്നെ ഗ്രീക്ക് ദേവതകളെ ഭാഗ്യവാൻ ഈ ബ്ലസ്ഡായിട്ട് കണ്ടിരുന്നു. കാരണം ജരാനരകൾ ഉണ്ടാകത്തില്ല, മരണം ഉണ്ടാകത്തില്ല. അവരെല്ലാം എന്തായിട്ട് കണ്ടു? ഭാഗ്യവാന്മാരായിട്ട് കണ്ടു. പക്ഷെ കർത്താവ് പറയുന്ന അഷ്ടഭാഗ്യങ്ങൾ, 8 ഭാഗ്യങ്ങൾ, ആ ഭാഗ്യങ്ങൾ ലോകത്തിന്റെ ഭാഗ്യമേ അല്ല. ഒന്നാമത്തെ വാക്യം എന്താണ്? ആത്മാവില് ദരിദ്രരായവർ ആരാണ്? ഭാഗ്യവാന്മാർ അല്ലേ? എന്തെന്നാൽ അവർക്ക് എന്തോ കിട്ടും? സ്വർഗരാജ്യം അവർക്കുള്ളത്. എല്ലാവരും ചേർന്ന വാക്യം എന്ന് പറഞ്ഞേ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാൻ. ഇതിന്റെ തന്നെ ഒരു അക്കൗണ്ട് ഏതാണ്ട് അത്രയും ഇല്ലെങ്കിലും അതൊരു സമതല പ്രഭാഷണമായിട്ടാണ് കാണുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കാണുന്നത്. അത് ഇച്ചിരിയുടെ ഗൗരവമാണ്. ആത്മാവെന്നുള്ള പദം അവിടെ ഇല്ല. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അങ്ങനെ പറയുമ്പോൾ അവിടെ ദരിദ്രരായവർ ഭാഗ്യവാന്മാരെന്നാണ് കാണുന്നത് അല്ലേ? ഭാഗ്യാവസ്ഥകളെ കുറിച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട്. 6:20 ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, അവർക്ക് എന്തോ കിട്ടും? ദൈവരാജ്യം കിട്ടും. അപ്പം വളരെ സീരിയസ് ആയിട്ട് ഓർക്കുക, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ചേർന്ന് പറഞ്ഞേ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യം. എന്നെ വല്ലാതെ ധ്യാനിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാൻ. അപ്പൊ അറിയാതെ പോകാതിരിക്കാൻ വേണ്ടി കർത്താവ് പറയുന്ന ഒരു കാര്യമാണ് ആത്മാവിൽ ദരിദ്രരായവരെ ഭാഗ്യവാന്മാർ. സമ്പന്നർക്ക് അയ്യോ കഷ്ടം. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വാക്യമാണ്. സമ്പന്നർക്ക് അയ്യോ കഷ്ടമാണ്. മനുഷ്യന് ആത്മാവിൽ ദരിദ്രം എന്നൊക്കെ പറയുമ്പോൾ 2 വാക്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. വേദപുസ്തകത്തില് ഈ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുവാനായിട്ട് 2 യവന പദങ്ങളെ ഉദ്ദേശിക്കുന്നുണ്ട്. ആ 2 യവന പദങ്ങൾക്കും 2 അർത്ഥങ്ങളാണ് ഉള്ളത്. ഒന്ന് ടോക്കോസ് എന്ന് പറയുന്ന പദമാണ്. ആ പറയുന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് യാചകൻ എന്നുള്ള അർത്ഥമാണ്. പിന്നെ വേറൊരു പദമുണ്ട്, ആ പദത്തില് അല്പം ദാരിദ്ര്യം എന്നുള്ള അർത്ഥമുള്ളൂ. യാചകൻ എന്നൊക്കെ പറയുന്ന അർത്ഥം ഇന്ന് ഓൾമോസ്റ്റ് ഇല്ലാതായ ഒരു കൂട്ടരാ. പണ്ട് കേട്ടിട്ടില്ലായിരുന്നോ? രാവിലെ മുട്ടുമ്പോ എന്താ കേൾക്കുന്നത്? അമ്മ വല്ലതും തരണേ. അങ്ങനെ ഇപ്പം കേൾക്കുന്നുണ്ടോ? ഇല്ല കേട്ടോ. ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് യാചകന്മാരാണ്. കാറിലൊക്കെ ഹലേ തന്നുണ്ടേ എന്തേ കിട്ടിയൊക്കെ റസീത് വേണമെന്നൊക്കെ ചോദിക്കും. സംശയമൊന്നും വേണ്ട, വേണമെന്ന് എന്തുവാ രസീത് വേണ്ടെന്ന് അല്ല, എഴുതിക്കോളാൻ പിടിച്ചു രസീതൊക്കെ ആയിട്ട് വരിക. സ്റ്റാൻഡേർഡ് ടെൻഡറാണ്. മറ്റേതൊക്കെ എന്ത് രസമായിരുന്നു. ഒരു ഈ കണ്ണ് കാണാത്തൊരു പറയും, 2 കണ്ണും കാണാത്ത 2 ചെവിയും കേൾക്കാത്ത ഈ പാവത്തിന് വല്ലതും തരണേ അമ്മാ. അത് റോഡേ വരും. പക്ഷെ ഇപ്പം ഗേറ്റ് തുറക്കാത്തതുകൊണ്ട് അതുമില്ല. സെൻട്രൽ ടൗൺകൂറിന് അതും അന്യമായി. കാരണം മറ്റേ യാചകരാണ്. ഈ യാചകരുടെ പ്രത്യേകത മറ്റേത് ഈ ഒരു ദരിദ്രം എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ദരിദ്രം ബെഗർ എന്നുള്ള അർത്ഥത്തിലാണ്. അതാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ദരിദ്രന്റെ പ്രത്യേകത എന്താ? ദരിദ്രന് അടുത്ത നിമിഷം ജീവിക്കണമെങ്കിൽ അവൻ ആരോടെങ്കിലും എന്ത് ചെയ്യണം? കൈ നീട്ടണം. വേണ്ടേ? ദരിദ്രന് ജീവിക്കണമെങ്കിൽ എന്തോ ചെയ്യണം? കൈ നീട്ടണം. കൈ നീട്ടിയില്ലെങ്കിൽ അവന് ജീവിക്കാൻ ഒക്കുവോ? ഇല്ല. അവൻ പറയാം, അമ്മ ഒരു ചായക്ക് എന്ത് തരാമോ? പൈസ തരാമോ? അപ്പൊ ഒരു ചായ കിട്ടി. അവൻ പോയി ചായ കുടിച്ചു. ഉച്ചയാകുമ്പോൾ അവൻ പറയുന്നു, അമ്മാ വയറ് വിശക്കുന്നു, വല്ലതും തരണേ അമ്മാ. അപ്പൊ അതിന് പൈസ കൊടുത്തു. അവൻ പോയി കഴിച്ചു. അവന് ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യാചിക്കണം, കൈ നീട്ടണം. ഈ ഒരു അവസ്ഥയെക്കുറിച്ചാണ് വേദപുസ്തകം പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ആരാണ്? ഭാഗ്യം. ദരിദ്രാവസ്ഥയാണ് ഭാഗ്യവാന്മാർ. ആത്മാവിന്റെ ദാരിദ്ര്യം. അപ്പൊ ആത്മാവിന്റെ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ആത്മാവിൽ സമ്പന്നനായവൻ ഭാഗ്യവാനാണോ? അല്ലെന്ന്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ ലവോദിക്ക സഭയോട് പറയുന്നുണ്ട്, നീ ആരാണ്? സമ്പന്നൻ, എനിക്ക് ഒന്നിനും കുറവില്ല എന്ന് നീ പറഞ്ഞു. നിന്നെപ്പോലെ അരിഷ്ടനില്ലെന്ന്, നിന്നെപ്പോലെ നിർഭാഗ്യവാനില്ലെന്ന്. എന്താ പറഞ്ഞത്? ഒന്നിനും കുറവില്ലെന്ന് പറഞ്ഞു. അപ്പൊ ആരാ ഭാഗ്യവാൻ? ആത്മാവിന്റെ ദരിദ്രൻ. അവൻ ആര്? ഭാഗ്യവാൻ. എല്ലാവരും ഒന്നുകൂടെ പറഞ്ഞേ, ആത്മാവിൽ ദരിദ്രരായവർ ആരാണ്? ഭാഗ്യവാനാണ്. ദാരിദ്ര്യാവസ്ഥയാണ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താ? അതൊരു മാനസികാവസ്ഥയുടെ പേരാ. സാമ്പത്തികം തന്നെയാണ്. സാമ്പത്തികം തന്നെയല്ല. വേദപുസ്തകം ശരിക്കും ഒരു ദരിദ്രാവസ്ഥയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. യേശുകർത്താവിനെ കുറിച്ച് പറയുന്നു, അവന് തല ചായ്പാൻ എന്തില്ലായിരുന്നു? ഇടമില്ല. പണ്ടത്തെ ഒരു നാടകാനവും ഇല്ലേ? പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനോ
അതുകൊണ്ട് KPC നാടകത്തിലൊക്കെ അവരുടെ ഒരു നാടകഗാനം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കൊച്ചിലെ ഒരു പാവം പിടിച്ച അമ്മച്ചി വിശ്വാസത്തിൽ വന്നു, സാധുവായ അമ്മച്ചിയാണ്. അമ്മച്ചി സാക്ഷ്യത്തിന് പാട്ട് എഴുന്നേറ്റ്, പാമ്പുകൾക്ക് മാളമുണ്ട് പറവ. അപ്പ പറഞ്ഞു ഇരിക്കും പിശാചി, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ചോദിച്ചു അതന്നെ ഇത് നാടകഗാനമാണ്. അയ്യോ ആണോ? അവരോർത്ത് ഇതും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ, ആത്മീയഗാനമാണ്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. പക്ഷെ യേശു കർത്താവ് പറയുന്നു മനുഷ്യപുത്രനോ എന്തോ ഇല്ല, തല ചായ്പാനിടമില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാല് മനുഷ്യൻ എന്തിനു വേണ്ടിയായി ഓടുന്നത്? മനുഷ്യരെല്ലാവരും ഓടുക, സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ഓടുക. ഈ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ഓടുമ്പോൾ ടോൾസ്റ്റോയുടെ വിശുദ്ധമായ ഒരു കഥയുണ്ട്. ഒരു പക്ഷെ നമുക്കെല്ലാം അറിയാം. 6 അടി മണ്ണ് കേട്ടിട്ടുണ്ടോ? 6 അടി മണ്ണ്. എന്താ കാര്യം? അയാളൊരു പ്രഭുവിന്റെ അടുക്ക രാവിലെ വന്നു. പ്രഭുവിന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, പ്രഭു എനിക്ക് കുറച്ച് സ്ഥലം വേണം. അപ്പൊ പ്രഭു പറഞ്ഞു, അതാണ് ആ കഥയുടെ സാരാംശം. പ്രഭു പറഞ്ഞു, നിനക്ക് ഇച്ചിരി സ്ഥലമോ? കുഞ്ഞെ പാടില്ല. നീ ആരോടാണ് ചോദിച്ചത്? എന്നോട്, പ്രഭുവിനോട്. നീ നോക്കിക്കേ, ഈ കുന്നത്തുപോകുന്ന സ്ഥലത്ത് കിടക്കുന്ന മുഴുവൻ ആരുടേതാ? എന്റേതാ. നിനക്ക് നീ ആരോടാ ചോദിച്ചത്? എന്നോടല്ല ചോദിച്ചത്. നിനക്ക് ഞാൻ തരാം. എന്തോരം തരാം? നീ ചോദിച്ചതല്ല, എന്റെ മഹത്വത്തിനൊത്ത് വേണം. നീ ഒരു കാര്യം ചെയ്യുക, രാവിലെ 6 മണിയാകുമ്പോൾ നീ ഓട്ടം ആരംഭിക്കണം, അല്ലെങ്കിൽ നീ നടക്കണം. വൈകുന്നേരം 6 മണി വരെ സമയമുണ്ട്. ഈ 6നും ഇടയ്ക്ക് നീ എന്തോരം ഓടുന്നു, അന്തോരം ആരുടേതാ? നിന്റേതാ. അപ്പൊ പിറ്റേ ദിവസം രാവിലെ അവൻ എഴുന്നേറ്റ് നേരത്തെ എഴുന്നേറ്റ്. ഉറക്കം വരുമോ? ഇല്ല. എത്ര മണിക്ക് ഓടണം? 6 മണിക്ക്. എത്ര മണി വരെ? 6 മണി വരെ ഓടാൻ തുടങ്ങി. രാവിലെ 6 മണിയായപ്പോ ഉറങ്ങിയില്ല. അവന് ഉറക്കം വരുമോ? ഇല്ല. 6 മണിയായപ്പോ എഴുന്നേറ്റ് ഓടി വലിച്ചു വെച്ച് ഓടുകയാ. കാരണം 6 മണി വരെ എന്തുള്ളൂ സമയമുള്ളൂ. ഓടി കുറെ കഴിഞ്ഞപ്പം ഒരു ആള് രാവിലെ ചായം കൊണ്ട് വരിക. അവൻ പറഞ്ഞു, കുഞ്ഞാ നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു, കിതയ്ക്കുന്നുണ്ട്, ഒരു ചായ കുടിച്ചിട്ട് പോകും. എന്നാ ചായ കുടിക്കും. അവൻ പറഞ്ഞു, വേണ്ട, ചായ കുടിക്കാതിരുന്ന കുറെ സമയം പോകും, അതുകൊണ്ട് കുറഞ്ഞതൊരു 4-5 സെന്റെങ്കിലും പോകും. ചായ വേണ്ട. ഓടി കുറെ കഴിഞ്ഞപ്പോൾ 2 പിള്ളേരെ ഇച്ചിരി വെള്ളം കുടിക്കാൻ കൊടുത്തു. ചേട്ടാ ഇന്നാ വെള്ളം കുടിച്ചിട്ട് പോകും, ഭയങ്കര ക്ഷീണമല്ലേ, ഒത്തിരി കിതയ്ക്കുന്നു. വേണ്ട, വെള്ളം കുടിക്കാൻ നിന്നാലോ പോകും 2 സെന്റ്. ഓടി ഉച്ചക്കൊരു അമ്മ അമ്മയാ ചോറും കൊണ്ട് പോവുകയോ. കുഞ്ഞവിടെ നിന്നേ, തണ്ടി ചോറുണ്ടിട്ട് പോകും. ചോറിനാൻ നിന്ന 1/2 മണിക്കൂർ 1/2 ഏക്കർ പോകും. ഓടി 4 മണിയായപ്പോ ആരോ ചായ കുടിക്കാൻ വിളിച്ചു. അപ്പോഴും പറഞ്ഞു, വേണ്ട, ചായ എന്ന് പറഞ്ഞാൽ എന്താ, 1/2 സെന്റ് പോകുന്ന. ഓടി 5 ആയി, ഇനി എത്ര നേരം കൊണ്ടുണ്ട്? 1 മണിക്കൂർ. വിളിച്ചു വിട്ടു ഓടുക. അതിനിടയ്ക്ക് പലരും വന്നു, ഒരു വെള്ളം കുടിച്ചിട്ട് പോകും. വേണ്ട, ഓടുക. 5:30 ആയി, 5:45 ഇനി എത്ര മിനിറ്റ് ഉള്ളൂ? 15 മിനിറ്റ് ഉള്ളൂ. വലിച്ചു വെച്ചോടി. ഇനിയും ഓടിത്തീരക്കാവുന്നത് കുറച്ച് നിമിഷം മാത്രം. ഓടി ചെന്നു 6 മണിയായി. വീണു. ഒറ്റ വീഴ്ചയിൽ മരിച്ചു. പ്രഭു വന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു, കൊടുക്ക് അവന്. എന്ത്? 6 അടി മണ്ണ്. ഓടിതാ. എപ്പം തൊട്ട്? 6 മുതൽ. നമ്മളെ സംബന്ധിച്ച് അതും കിട്ടത്തില്ല. 6 അടി മണ്ണുണ്ടോ? ഇല്ല. കോമൺസ് അല്ല, അതും കിട്ടത്തില്ല. കിട്ടുമോ? പണ്ട് ആരോ പാടിയില്ലേ, ആരോരും ഇല്ലാത്ത തെണ്ടി ഞാനൊരു 6 അടി മണ്ണിന്റെ ജന്മി. പഴയൊരു നാടകഗാനം. ആരോരും ഇല്ലാത്ത. നമുക്കതും ഇല്ല. ഉണ്ടോ? ഇല്ലത്. അതും കിട്ടത്തില്ല. എവിടാ? കോമൺസ് അല്ല. അപ്പൊ പിന്നെ എന്തിനാ ഓടുന്നേ? ഓടുക. എല്ലാരും ഓടുക. ആർക്ക് വേണ്ടിയാ? അവരാരും ഉണ്ടില്ല, ഉറങ്ങിയില്ല, ജീവിക്കുക. ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടി. ജീവിച്ചോ മക്കളെ കഴിഞ്ഞിട്ട് അവർ പറയും, നമ്മളിപ്പോ ഇനിയും കർത്താവിന് വേണ്ടി ജീവിക്കുകയാണ്. അപ്പോഴാണ് പോയ മോളെ എന്ത് ചെയ്തു? കെട്ടിച്ച് വിട്ടത്. കുഞ്ഞിനെ കൊടുത്ത് ആരുടെ കൊടുത്തു? അമ്മച്ചിയുടെ. ഇനിയും ജീവിക്കുക. ആർക്ക് വേണ്ടി? ഇനി ഇതിനെ കൂടെ ഒന്ന് കെട്ടിച്ച് വളർത്തി അത് വലുതാക്കിയിട്ട് വേണം എനിക്ക് എന്തോ ചെയ്യാൻ. പോകാൻ സമയമില്ല. അങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുക. മോടെ പേരുന്ന മോളെ ഹെവലിൻ. വെരി ഗുഡ് നെയിം, ഹെവലിൻ. ഓക്കെ, ക്ഷമിക്കണേ, ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഡാഡിയുടെ പേരറിയാം അല്ലേ? യു നോ യുവർ ഡാഡ്സ് നെയിം? യെസ്. യു നോ യുവർ ഗ്രാൻഡ് ഫാദേഴ്സ് നെയിം? അറിയാം. ഡു യു നോ യുവർ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സ് നെയിം? നിന്റെ പപ്പായുടെ പേരറിയാമോ? യു ഡോ നോ. നിന്റെ മമ്മായുടെ പേരറിയാമോ? യു ഡോ നോ. മോന് കാവ്യ മാധവനെ അറിയാമോ? മോഹൻലാലിനെ അറിയാമോ? സത്യം പറയണം. മോഹൻലാല് കേട്ടിട്ടുണ്ട്. മമ്മൂട്ടി, സുരേഷ് ഗോപി കേട്ടിട്ടുണ്ട്. മോനറിയത്തില്ലടാ, കണ്ണാടി മോനെ. സുരേഷ് ഗോപി കേട്ടിട്ടില്ലേ? സത്യം അറിയാം. പക്ഷെ പപ്പായ അറിയാം? അറിയത്തില്ല. മമ്മായുടെ മമ്മായ അറിയാം? മമ്മായുടെ പപ്പായ അറിയാവോ? മമ്മായുടെ പപ്പായ അറിയാം? ദാറ്റ് ഈസ് യുവർ നൺ അനദർ ദാൻ യുവർ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അറിയാവോ? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കാവ്യ മാധവനെ അറിയാം, മഞ്ജു വാര്യരെ അറിയാം, മമ്മൂട്ടി അറിയാം, സുരേഷ് ഗോപിയെ അറിയാം, എല്ലാവരെയും അറിയാം. തന്തയുടെ പേര് ആർക്കറിയത്തില്ല. ഈ പിള്ളേർക്ക് അറിയത്തില്ല. സത്യമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? അല്ല, നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങൾക്കറിയാം. നിങ്ങൾ ചിരിക്കണം, നിങ്ങൾക്കറിയാം. വലിയ പഠിക്കില്ലേ? അപ്പന്റെ പേര് എത്ര പേർക്കറിയാം? അറിയാം. ഫിലോം ചുരുക്കം. ഞാനിത് 1000 സ്ഥലത്ത് ചോദിച്ചിട്ടുള്ളതാ. അറിയത്തില്ല. മിക്കവർക്കും അറിയത്തില്ല. വളരെ കുറച്ച് പേർക്ക് അറിയത്തുള്ളൂ. ഇവർക്കൊക്കെ ഒരു ക്ഷമിക്കണേ പറയാൻ, ഒരു 20 ഒരു 15 വയസ്സോ 13 വയസ്സൊക്കെ പ്രായമുള്ളവര് ഈ വീട്ടിനകത്ത് ഒരു 3 വട്ടം ഒരു 10 വട്ടം ഈ അപ്പച്ചന്റെ പേര് പറഞ്ഞാൽ ഈ പിള്ളേർ അറിയത്തില്ലേ?
അറിയത്തില്ലേ? അറിയത്തില്ല മോനെ, നീ സത്യമായിട്ട് പറഞ്ഞ. വെരി ഗുഡ്. പിള്ള മനസ്സിൽ എന്തോ ഇല്ല, കള്ളയില്ല. അച്ചായൻ എവിടെ ഉണ്ടോ മോനെ? പോലീസുകാരൻ ചോദിച്ചു. അണ്ണൻ പറഞ്ഞു അച്ചായൻ തട്ടുംപുറത്ത് പോലും ഇല്ല എന്ന് പറഞ്ഞു. കേട്ടിട്ടില്ലേ? അങ്ങനെയാണ് പോലീസ് നേരെ തട്ടുംപുറത്ത് കയറിയത്. അപ്പൊ അവർക്കറിയാം, പക്ഷെ അറിയത്തില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഗൗരവമായിട്ട് ചോദിച്ചോട്ടെ, ഈ അച്ചാന്റെ പേര് ഈ പിള്ളേർക്ക് അറിയാം? അറിയത്തില്ല. നമ്മൾ വലിയ കാര്യത്തിൽ പറയല്ലോ, കരമടിച്ച രസീതെന്ന്. കരമടിച്ച എല്ലാ വർഷവും പോകുമ്പോൾ മറക്കാതെ വില്ലേജ് ഓഫീസിൽ കൊണ്ട് എന്തോ അടയ്ക്കും, കര അടയ്ക്കും. അത് ആരുണ്ടാക്കിയതാ? അച്ഛൻ പലരുടെ ആരുണ്ടാക്കിയതാ? അച്ഛൻ ഉണ്ടാക്കിയതല്ലേ. അയാൾ ഒരുപാട് ചോറ് നിറച്ചുകൊണ്ടിട്ടില്ല, അയാളൊരു നല്ല നെന്മീൻ കൂട്ടിയിട്ടില്ല, ഉണക്കമീനും മോരുകറി അല്ലാതെ അയാളുടെ ജീവിതത്തിൽ അയാൾ കഴിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എന്തോ ഉണ്ടായത്. പിന്നെ തേക്കങ്ങോട്ട് വെട്ടിയല്ലോ, ഞങ്ങൾ പെരമണിക്ക് ഓർഡർ കൊടുത്തപ്പം തടി ഒഴിച്ചതാ കൊടുത്തത്. കാരണം തടി എവിടെ ഉണ്ടായിരുന്നു? പറമ്പിലുണ്ടായിരുന്നു. അത് ആര് വെച്ചതാ? തടി ഒഴിച്ചല്ലേ ഓർഡർ കൊടുത്തു. തടിയോടെ ഉണ്ടായിരുന്നെങ്കിൽ സ്ക്വയർ ഫീറ്റിന് 2500 കയറിയനെ, ഇപ്പോൾ 1800 പോയേക്കുന്നത്. കാരണം എന്തോ ഉണ്ടായിരുന്നു? തടി ഉണ്ടായിരുന്നു. തടി ആര് വെച്ചതാ? അങ്ങനെ മരിക്കാൻ നേരത്ത് വെച്ചിട്ട് പോയതാ. അതും അപ്പുറത്തോന്റെ അതിരേല് പണി കൊടുത്തിട്ടൂടെ പോയതാ, അല്ലേ? അതിനെ കൊണ്ട് വെച്ചിട്ട് പോയത്. അത് വെട്ടിയാ എന്താ വെച്ചത്? തടി. ഈ വെട്ടിയപ്പം പോലും ഓർത്തില്ല ആരുടെ പേര്? അച്ചായന്റെ പേര്. സത്യത്തിൽ ആർക്ക് വേണ്ടി അധ്വാനിക്കുന്നത്? എന്തിനു വേണ്ടിയാ മനുഷ്യൻ അധ്വാനിക്കും? ഇതുകൊണ്ടുള്ള ഗുണം എന്താ? ആരോർക്കുന്നേ പറയുന്നത്? പക്ഷെ വേദവസം പഠിപ്പിക്കുന്നു, പുഴുവും തുരുമ്പും കെടുത്താത്തതും കള്ളന്മാർ തുരന്ന് മോഷ്ടി. പക്ഷെ ഓർമ്മയുടെ ഒരു പുസ്തകം ഉണ്ടെന്ന്, അത് തുറന്നെന്ന് മനുഷ്യൻ മറക്കുമെന്ന്. പക്ഷെ തമ്പുരാന്റെ ഓർമ്മയുടെ പുസ്തകത്തിലുണ്ടെങ്കിൽ അവിടുന്ന് മറക്കാൻ അനീതിയുള്ള ദൈവമല്ല. മനസ്സിലാകുന്നുണ്ടോ? ഓർമ്മയുടെ പുസ്തകം തുറന്നെന്ന്. അപ്പൊ ഓർക്കണ്ടേ? ദൈവം ഓർക്കണം. അപ്പോൾ ആത്മാവിന്റെ ദാരിദ്ര്യം, ഭൗതിക ദാരിദ്ര്യം മാത്രമാണോ പറയുന്നത്? ഭൗതിക ദാരിദ്ര്യത്തെ കുറിച്ച് മാത്രമല്ല ഇവിടെ പറയുന്നത്, ആത്മാവിന്റെ ദാരിദ്ര്യം. ഈ ആത്മാവിന്റെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു വലിയ മാനസികാവസ്ഥയാണ്. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥത്തെ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം. നമ്മളെല്ലാവരും ഓടുകയാണ്. ഞാൻ നിങ്ങളും എല്ലാം ഓടുക. മക്കളെ വളർത്തണം, എനിക്കും കുഞ്ഞുങ്ങളുണ്ട്, വളർത്തണ്ടേ? എന്തെല്ലാം ബാധ്യതകളാണ്, എന്തെല്ലാം കാര്യങ്ങളാണ്. ഓടുകയാണ്. എന്തിനാ ഓടുന്നതെല്ലാം ഒരു ദിവസം 6 അടി മണ്ണ് പോലും കിട്ടാത്തൊരവസ്ഥ. അപ്പം പിന്നെ എന്താണ് പറയുന്നത്? ആത്മാവിൽ ദരിദ്രരായവർ ആരാണ്? ഭാഗ്യവാന്മാർ. അവർക്ക് എന്ത് കിട്ടുമെന്ന്? സ്വർഗരാജ്യം. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ആത്മാവിന്റെ സമ്പന്നതയാണ്. ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും എന്തില്ല, മുട്ടില്ല. ഈ ഒരു ദാരിദ്ര്യാവസ്ഥയെ നമ്മൾ മാനസികാവസ്ഥയായിട്ട് ബന്ധപ്പെടുത്താം. എന്താണത്? കർത്താവെ ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞു. നമുക്ക് എന്തിലെങ്കിലും ഒന്നിലും അഹങ്കരിക്കാനില്ലാത്ത കംപ്ലീറ്റ് ഡിപ്പെൻഡൻസ് ആരോട്? ദൈവത്തോട്. എന്തിനാ നമുക്ക് അഹങ്കരിക്കാനുള്ളത്? മനുഷ്യനെ ഒന്ന് ചിന്തിച്ചു നോക്കിയോ. ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എന്തിനാ അഹങ്കരിക്കാൻ? ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ആരോഗ്യത്തിൽ മനുഷ്യൻ അഹങ്കരിക്കാനുണ്ടോ? ഇല്ല. ഇന്ന് പലരും പിള്ളേരും ജിമ്മിലൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് ഹെൽത്ത് കോൺഷ്യസ്. എല്ലാ പിള്ളേരും ജിമ്മിലാണ്. ഒരു പ്രായത്തിലുള്ള പിള്ളേർ പോട്ടെ, ഒരു 35 വയസ്സ് കഴിഞ്ഞാലൊക്കെ ഇപ്പം അങ്ങ് പോവുകയാണ്. കാരണം എല്ലാവർക്കും എന്തോ വേണം? മസിൽ വേണം. പക്ഷേ ഈ മസിലുള്ള പല പിള്ളേരെയും ഞാൻ നോക്കിയിട്ടുണ്ട്, നല്ല മസിലാണ്, നെഞ്ചൊക്കെ ഉണ്ട്. ഇവന്റെ കാലെല്ലാം ബേച്ചക്കാലായിരിക്കും, ഈർക്കിൽ കാല. ഇവനെ അടിക്കുകയാണെങ്കിൽ കാലിലിട്ട് അടിച്ചോളും. എല്ലാം മസിൽമാരുടെയും ജീൻസ് ഇതുകൊണ്ട് അറിയാത്തത്. ഇവനൊന്നും മുണ്ടെടുക്കത്തില്ലല്ലോ, കാരണം ജീൻസ് അല്ലേ ഇടുന്നത്, കാലില്ലെന്ന്. സായിമാനൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ ഹോളിസ്റ്റിക് ആയിട്ട് ചെയ്യും. ഒരു ദിവസം കാലടിക്കും, ഒരു ദിവസം തുടയടിക്കും, ഒരു ദിവസം നെഞ്ചടിക്കും, അങ്ങനെയൊക്കെ ആര് ചെയ്യും. നമുക്കൊന്നുമില്ല, ഡബിളൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം എന്തുകൊണ്ട്? പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറേ പ്രോട്ടീൻ പൗഡറും കലക്കി കുടിച്ചോ കിഡ്നി എപ്പം പോയെന്ന് ഓർത്താൽ മതി, കുടിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? മസിലെന്ന്. അപ്പം ആരോഗ്യം ഒരു വിഷയമാണ്, ആരോഗ്യത്തിനോട് കൂടി. പക്ഷെ മനുഷ്യന്റെ ആരോഗ്യത്തിന് എന്താ ഗ്യാരണ്ടി ഉള്ളത്? എന്ത് ഗ്യാരണ്ടിയുള്ളത്? ഞാൻ ഇന്നും ഓർക്കുന്ന കാര്യമാണ്. ഞാൻ കോട്ടയത്താണ് MA പഠിച്ച്. അപ്പം അന്നെൻ്റെ കൂടെ പഠിച്ച ഒരു സഹോദരനുണ്ട്, ഒരു ഹൈന്ദവ സഹോദരനാണ്. ഞാനും അവനും കൂടെ ഭയങ്കര കൂട്ട്. അത് കഴിഞ്ഞ് ഞാൻ സെമിനാർ പൂനെയിൽ BDക്ക് വേണ്ടി പോയി. അപ്പം ഇവൻ എൻ്റെ കൂടെ ട്രെയിനിൽ കയറിയിട്ട് പാലക്കാടിന് അടുത്ത് വരെ വന്നിട്ട് തിരിച്ചു പോയി. അത്ര സ്നേഹം. ഒരു മെയിലാണ് ഞാൻ പോകുന്നത്, ഏപ്രിൽ മെയിലാണ്. അത് കഴിഞ്ഞിട്ട് ക്രിസ്മസിന് ഞാൻ വന്നു, ഡിസംബറിൽ ക്രിസ്മസിന് വന്നിട്ട് തിരുനക്കര. അപ്പം ഞങ്ങൾ ഇന്നും കൂടുന്നത് അന്നൊക്കെ വർത്തമാനം പറയുന്ന വൈകിട്ട് തിരുനക്കര അമ്പലത്തിൻ്റെ മടിക്ക് പോയിരുന്നു, ആ സ്റ്റെപ്പേ ഇരുന്ന്. അപ്പം ഞാൻ അവിടെ ഉടനെ വിളിച്ച് പറഞ്ഞടാ, ഞാൻ അവിടെ വന്നിരിക്കുക, നീ അവിടെ വരണമെന്ന്. അവനവിടെ എന്നെ തപ്പി വന്നു. പക്ഷേ ഇവൻ ദൂരെ നിന്ന് വരുന്നത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല, വളരെ മെല്ലിച്ച് വരിക. ഒന്നും എനിക്ക് ഇവനെ മനസ്സിലാവുന്നില്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, കൂടപ്പുറപ്പ് പോലെ സ്നേഹിച്ചവൻ. ഇവൻ ദൂരെ നിന്ന് വരുന്നത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. ഇവൻ അടുത്ത് വന്നിട്ട് എൻ്റെ ഒഫീഷ്യൽ നെയിം ഏബ്രഹാം, ഇവനെ അവറാനെന്നാണ് വിളിക്കുന്നത്. ഇവൻ അടുത്ത് വന്നിട്ട് അവറാച്ചാന്ന് വിളിച്ചപ്പോൾ എനിക്ക് പിടി കിട്ടി. ഞാൻ നോക്കിയപ്പം താണ്ടെ മെല്ലിച്ച് എഴുന്നേറ്റ് നടക്കാൻ പയ്യ. ഞാൻ ചേട്ടാ എന്ത് പറ്റിയിടുന്നത്? എടാ എന്നെ പറ്റാനാടാ, ഡയബറ്റിക് വന്ന് വല്ലാതെ മെല്ലിച്ചിരിക്കുക. അന്ന് ഞങ്ങൾ ഒത്തിരി നേരം വർത്താനം പറഞ്ഞു, 2-3 മണിക്കൂർ അവിടെ വർത്താനം പറഞ്ഞു. പിരിഞ്ഞു. അടുത്ത അവധിക്ക് ഞാൻ അവനെ കാണാൻ ചെല്ലുമ്പോൾ അവൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടക്കുക. ഒരിടത്ത് ഒരു മുറിവ് വന്നു കാലല്ല, അത് കരിഞ്ഞില്ല, സ്കിൻ ക്രാഫ്റ്റ് ചെയ്ത് ദശയെടുത്ത് വെച്ച് കിടക്കുക, എല്ലും തോലുമായിട്ട്. ഞാൻ ചെന്നപ്പോൾ എൻ്റെ കയ്യെ കയറി മുറുകെ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും മറക്കത്തില്ല. അവറാനെ, നമ്മൾ 3 കൂട്ടല്ലായിരുന്നോ? നീ അറിഞ്ഞോ രാജേഷിൻ്റെ കാര്യം? അത് മറ്റൊരു സുഹൃത്താ. കണ്ടടാ അവനെന്ത് പറ്റി? എടാ അവന് ലുക്കീമിയ ആയിരുന്നടാ, അവൻ പോയടാ കഴിഞ്ഞ ആഴ്ച, ശവദാനം കഴിഞ്ഞു.
രാജേഷ് പോയി. അവറാനെ, രാജേഷ് പോയടാ. അവറാനെ, ഞാൻ താണ്ടറാ കിടക്കുന്നു. അവറാച്ച, ഇനി നീ ഉള്ളടാന്ന് പറഞ്ഞു. എൻ്റെ അകത്തൊരു ഇടുത്തി വെട്ടിപ്പോയി. ഇനി ആരേ ഉള്ളൂ? ഞാനേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, നാക്കൊന്ന് നീട്ടിക്കടാ. എന്തിനാ കരുനാക്കാണെന്നറിയാം. അന്ന് അവനോട് പറഞ്ഞ്, എടാ ഞാനങ്ങ് നക്കാമടാ, നിനക്കൊന്നും പറ്റില്ല. കാരണം കരുനാക്കുള്ളൊരു വല്ലതും പറഞ്ഞാൽ നക്കിയാൽ മതി, തിരിച്ചു പൊക്കോളൂന്ന്. ഞാൻ കൈ വെച്ച് കൊടുത്തു, നക്കടാ നക്ക. എനിക്കങ്ങ് പേടിയായി. ഇപ്പം വിശ്വാസം അവിടെ കിടക്കട്ടെ, അതൊക്കെ വേറെ കാര്യം. മനുഷ്യനല്ലേ, ജീവിക്കാൻ കൊതിയില്ലേ. നക്കി അവനങ്ങ് എടുത്തു. 2 വർഷം കഴിഞ്ഞില്ല, കിഡ്നി ഫെയിലായി, കാലെല്ലാം നീരായി, ദേഹമെല്ലാം ചൊറിഞ്ഞു പൊട്ടി. അവൻ മരിച്ചു. മരിക്കുമ്പോൾ അവൻ പറഞ്ഞിരുന്നു, ഞാൻ വന്നിട്ടേ അടക്കാവുന്നു. ഞാനെന്നാലും ദൂരെയാണ്, എനിക്ക് വേണ്ടി വെച്ചോണ്ടിരുന്നു. അവൻ പോയി. ഇന്ന് ഞാൻ നിൽക്കുക. രോഗം വരാഞ്ഞിട്ടാണോ? പ്രശ്നം ഉണ്ടാകാഞ്ഞിട്ടാണോ? എന്തുകൊണ്ടാ? കൃപയാണ്. കൃപ. ദാരിദ്ര്യത്തിൻ്റെ ഒരു ഓപ്പോസിറ്റുണ്ട്, സമ്പന്നത. മറക്കരുതേ, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ലെന്ന്. പക്ഷെ ഭക്തൻ പറയും, ഒന്നിനും ആശ്രയിക്കാനില്ലാത്തവനാ ഞാനാകുന്ന എന്തുകൊണ്ടാ? ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. ആ കൃപയിൽ ശരണപ്പെടുന്നവൻ്റെ പേരാണ് ആത്മാവിൽ ദരിദ്രൻ. അവൻ എന്ത് ചെയ്യും? ദരിദ്രൻ രാവിലെ എഴുന്നേറ്റിട്ട് പറയണം, തമ്പുരാനെ എനിക്ക് വല്ലതും തരണം കഴിക്കാൻ. യാചകം പറയും. ഇതുപോലെ രാവിലെ എഴുന്നേറ്റിട്ട് 2 കൈയും മലർത്തി ദൈവത്തോട് പറയണം, കർത്താവെ പുകഴാനൊന്നുമില്ല, നിഗളിക്കാനൊന്നുമില്ല, നിന്നതല്ല നിർത്തിയതാണേ എന്ന് പറഞ്ഞ് ഓരോ നിമിഷവും ദൈവകൃപയിൽ ആശ്രയിക്കുന്നവൻ്റെ പേരാണ് ആത്മാവിൽ ദരിദ്രരെന്ന് പറയുന്നത്. ഓരോ നിമിഷവും ആരിൽ ആശ്രയിക്കുക? ദൈവത്തിൻ്റെ കൃപയിൽ. സത്യമല്ലേ? എന്തിനാ പുകഴാനുള്ളത്? എന്തിനാ പുകഴ? ഭയങ്കര പേടിയാണ് എനിക്ക് കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. ഭയങ്കര പേടിയാണ്. പച്ചലയും കത്രികയും പോലെ പ്രവചിച്ചുകൊണ്ട് ഒത്തിരി പേരുണ്ട്. കുഞ്ഞിലെയൊക്കെ കണ്ടതാണ്, ഭയങ്കര പ്രവാചകർ. പക്ഷെ ഇന്ന് പലരും ഫീൽഡിലില്ല. ഉണ്ടോ? ഇല്ല. ഇടയ്ക്കൊക്കെ എന്തൊക്കെ വിഷയം വന്നപ്പോൾ അവരൊക്കെ ഒന്ന് വിളിക്കാൻ കാണാൻ നോക്കിയപ്പം പലരും ആത്മീയ ലോകത്ത് പോലും ഇല്ലെന്ന്, അതപ്പതിച്ചു പോയെന്ന്. തമ്പുരാനെ നിന്നു, ഇന്നും നിന്നതല്ല, തമ്പുരാൻ നിർത്തിയതല്ലേ. എന്തിനാന്ന് വിളിക്കാനുള്ളത്? എനിക്ക് ഭയങ്കര പേടിയായിട്ട് നോക്കുന്നുണ്ട്. പലപ്പോഴൊക്കെ കുഞ്ഞിനെയൊക്കെ കൺവെൻഷൻ നടത്തുമ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ട്, ചെല്ലേ അച്ചായ ഒരു യോഗത്തിന് വരാച്ച, ഞങ്ങൾക്കൊരു കൺവെൻഷൻ നടത്തണം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അന്നൊക്കെ, മോനി യോഗമല്ലേ, എന്നാണ്? അടുത്ത ഏപ്രിൽ മാസം. മോനെ 2 വർഷത്തേന് ബുക്കിംഗ് ആണ്, ഒരു ഡേറ്റ് പോലും ഇല്ല. 2 വർഷത്തെ ഡയറി ഇല്ല. 2017 ഡയറി ഇറങ്ങിയോ? ഇങ്ങനെ പിന്നെ എവിടെ കൊണ്ട് എഴുതിയിട്ടത്? അടുത്ത വർഷം മുഴുവൻ ബുക്കിംഗ് ആണ്. ഇയാൾ എവിടെ ഡയറി എഴുതി? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. ഏത് ഡയറിയിലാണ്? ഇപ്പോഴാണ് കമ്പ്യൂട്ടറെങ്കിലും ഉണ്ടെന്ന് പറയാം. ചുമ്മാ പറയുന്നതാണ്. ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി നോക്കും. എക്കണോമിക്കിലുള്ള എക്കണോമിക്സ് പഠിക്കുന്നതല്ല. ഡിമാൻഡ് കൂടാൻ വേണ്ടി എന്തോ ഉണ്ടാക്കും? ഡേറ്റിൽ. പിന്നെ 2 ആഴ്ച കഴിഞ്ഞൊന്ന് വിളിക്കാം, ഞാൻ നോക്കട്ടെ എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊന്നും ക്യാൻസൽ ചെയ്യാമോന്ന്. 2 ആഴ്ച കഴിയുമ്പോൾ വിളിക്കും, അടുത്ത ആഴ്ച ഒന്ന് വിളിക്കുക. നമ്മൾ പിന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് അവരൊക്കെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയാം, ഒരു ഡേറ്റ് തരാമോന്ന്. ഫ്രീ ആന്ന്. എന്നാ കാര്യം? ആരും വിളിക്കുന്നില്ലെന്ന്. എന്താ പറ്റിയത്? ആത്മാവിൻ്റെ സമ്പന്നത ഇടിച്ചു വീഴ്ത്തുകയാണ്. പക്ഷെ ഒരു കാര്യം മറക്കരുതേ, രാവിലെ എഴുന്നേറ്റിട്ട് 2 കൈയും ദൈവത്തോട് മലർത്തി പിടിച്ചുകൊണ്ട് പറയണം, തമ്പുരാനേ ഞാനാകുന്നത് കൃപയാണേ, ഞാനാകുന്നത് കൃപയാണേ. ഞാൻ ചോദിച്ചോട്ടെ പ്രിയമുള്ളത്, ഈ എന്നോട് നെഗറ്റീവായിട്ട് പറയുന്ന പറയുന്നത്, ഇപ്പോൾ ഒരു മാമോഗ്രാം ചെയ്താൽ, ഇപ്പോൾ ഒരു ടെസ്റ്റ് നടത്തിയാൽ ക്യാൻസറിൻ്റെ അണുക്കൾ എൻ്റെ ശരീരത്തിൽ ഇല്ലെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഇപ്പോൾ ഒരു ആൻജിയോഗ്രാം ചെയ്താൽ എനിക്ക് ബ്ലോക്കിൽ 100% ഗ്യാരണ്ടി ഉള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഉണ്ടോ? എന്താ മനുഷ്യൻ്റെ അവസ്ഥ? ആരാ മനുഷ്യൻ? ഞാൻ ഇടയ്ക്ക് ചെറുകോൽപ്പുഴ ആയുർവേദ ആശുപത്രിയിൽ പോയി. എൻ്റെ ഒരു സഹോദരനെ കാണാൻ വേണ്ടി പോയതാ, മറക്കത്തില്ല. അപ്പോൾ അച്ചായൻ പറഞ്ഞു, മോനെ താണ്ട തൊട്ടടുത്ത് കിടക്കുന്ന അവർക്ക് വേണ്ടി, ആ പയ്യന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. ഞാൻ അവിടെ ചെന്നു. എന്നെ മുഖശ്രീയുള്ള ചെറുക്കൻ, കഷ്ടിച്ചൊരു 30 വയസ്സ് 32 വയസ്സ് കാണും. മോനെ എന്തോ പറ്റിയടാ? അവൻ പറയാണ്, അവനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു, മൾട്ടിനാഷണൽ കമ്പനിയിലെ ജോലിക്കാരനാ. ഗോവയിൽ ടൂർ പോയതാ പിള്ളേരെല്ലാം കൂടെ അവരുടെ കമ്പനിയിൽ നിന്ന്. ഗോവ കടലിൽ ബീച്ചിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ സൈഡ് തിരിഞ്ഞ് നിന്നതാ. തിര വന്നപ്പം പെടലി കടിച്ചു, പെടലി ഒടിഞ്ഞു പോയി. കയ്യും കാലും ശൃംഗായി കിടക്കുക. 6 വർഷം ഇങ്ങനെ കിടക്കുക. ഒരു മെയിൽ നേഴ്സിനെ, ഒരു ഹോം നേഴ്സിനെ നിർത്തിയിട്ടുണ്ട്, ഒരാണിനെ നോക്കുക, ചുരുങ്ങി കിടക്കുക. 1 ലക്ഷം രൂപയും മേലെ ശമ്പളം ഉണ്ടായിരുന്ന MNC കമ്പനി ജോലിയുള്ള ചെറുപ്പക്കാരൻ ഇങ്ങനെ കിടക്കുക. വലുതൊന്നുമല്ല, കടലിൽ കുളിക്കാൻ ഇറങ്ങിയതാ. ഇത്രയേ ഉള്ളൂ മനുഷ്യനെങ്കിൽ. വേദവസ്തം പറയുന്നില്ലേ, സമ്പന്നൻ സമ്പത്തിൽ അഹങ്കരിക്കുന്ന എന്ത്? ധനവാൻ ധനത്തിൽ പുകഴുന്ന എന്ത്? ആരോഗ്യമുള്ളവൻ ആരോഗ്യത്തിൽ പുകഴുന്ന എന്ത്? സൗന്ദര്യമുള്ളവൻ സൗന്ദര്യത്തിൽ പുകഴുന്ന എന്ത്? എനിക്ക് പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും അവൻ്റെ കുരിശുമാണേ കർത്താവ് എന്ന് പറഞ്ഞ് 2 കരങ്ങളെയും ദൈവസന്ധ്യയൊക്കെ മലർത്തി ഓരോ നിമിഷവും ദൈവത്തോട് പറയണം, കൃപയാകണമേ, കൃപയാകണമേ, എന്നോട് കനിവാകണമേ. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട് 2 കരങ്ങളെ ഒക്കെങ്കിൽ ഒന്ന് മലർത്തിപ്പിടിച്ച് തമ്പുരാനോട് പറഞ്ഞേ, പുകഴാനൊന്നുമില്ല കർത്താവേ, പുകഴാനൊന്നുമില്ല കർത്താവേ. ഒന്നിലും അഹങ്കരിക്കരുതേ. ഒരു ധാർഷ്ട്യത്തിൻ്റെ ഒരു വാക്ക് വായിന്ന് വരരുത്.
വരരുത്. ദാഷ്ട്യത്തിന്റെ ഒരു വാക്ക് വായിന്ന് വരരുത്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. ദൈവം താഴ്മയുള്ളവരെ ഉയർത്തുന്നു. ദൈവം ദരിദ്രനെ കുപ്പയിന്ന് ഉയർത്തുന്നു. പ്രഭുക്കന്മാരുടെ പങ്ക് ഉയർത്തുന്നെങ്കിൽ ഇന്ന് പകലിൽ പറ, പുകഴാൻ ഒന്നുമില്ലാത്തൊരു എളിയവൻ, നെകളിക്കാൻ ഒന്നുമില്ലാത്തൊരു എളിയവൻ നിന്നതല്ല തമ്പുരാനേ, നിർത്തിയതാണേ. രണ്ട് കരങ്ങളെയും. അതൊരു ബോഡി പോസ്റ്റേഴ്സിന് എപ്പോഴും ഒരു പ്രാധാന്യമുണ്ട്. നമുക്ക് ഒരു നിമിഷം അതിലൊന്നും കാര്യമില്ലെന്നൊന്നും പറയരുതേ. എന്തൊക്കെയോ കാര്യം വിനയത്തിന്റെ പ്രതീകമായി ഒരു പക്ഷേ തമ്പുരാന്റെ സന്ധിയിൽ ഒരു യാചകൻ കൈ നീട്ടുന്ന പോലെ രണ്ട് കരങ്ങളെ ഒന്ന് മലർത്തിപ്പിടിച്ച് തമ്പുരാന്റെ അടുക്കൽ അല്പസമയം പറഞ്ഞ്, തമ്പുരാനെ കൃപയാകണമേ, തമ്പുരാനെ എന്നോട് കനി വാങ്ങണമേ, എനിക്ക് പുകഴാൻ ഒന്നുമില്ല കർത്താവേ, എനിക്ക് നകളിക്കാൻ ഒന്നുമില്ല കർത്താവേ, ഞാൻ എളിയവനാ കർത്താവേ, നിന്റെ കൃപ കൊണ്ട് നിൽക്കുന്നവനാ, ഒന്നിലും പ്രശംസിക്കാനില്ലാത്ത, ഒന്നിലും പുകഴാനില്ലാത്ത കർത്താവേ, വെറും ദരിദ്രനായ എന്നോട് നിനക്ക് കരുണ തോന്നണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പറയാം. ഹല്ലേലൂയ. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരാണ് ഇന്ന് ഈ മണ്ണിൽ, എന്നാലോ സാധു ഞാൻ സന്നിധിയിൽ നിന്നത് പൊന്നേശുവേ കൃപയാണേ, 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 കൃപയാണ്. ആത്മാവിൽ ദരിദ്രരായവർ അഹങ്കാരികളോട് ദൈവം എന്ത് ചെയ്യും? എതിർത്ത് നിൽക്കും. കേരവാക്യങ്ങളുണ്ട്, കുറിക്കുന്നവർ കുറിക്കുക. മത്തായി 18:4, മത്തായി 23:12, യാക്കോബ് 4:10, 1 പത്രോസ് 5:5. ഈ വാക്യങ്ങളെല്ലാം വായിച്ചാൽ അറിയാം. താഴ്മയുടെ ഓപ്പോസിറ്റ് എന്താ? ഗർവം. അഹങ്കരിക്കരുത്. ഒരു വാക്ക് പോലും വായിന്ന് എന്ത് ചെയ്യരുത്? അഹങ്കാരത്തിന്റെ വരാതെ. തമ്പുരാനെ ഞാൻ ആകുന്നത് എന്തുകൊണ്ടാ? കൃപയുണ്ട്. അതെന്നൊക്കെ പറയുന്നത്, അതായത് ആ വിനയം എന്നൊക്കെ പറയുന്നത് പതുക്കെ വർത്താനം പറയുന്നതോ അല്ലെങ്കിൽ ചെരിപ്പിടാതെ നടക്കുന്നതൊക്കെയാണോ? അതൊന്നും മാത്രമല്ല, ഒരു മാനസികാവസ്ഥയാ. തമ്പുരാനെ ഞാൻ ആകുന്നത് എന്തുകൊണ്ടാ? ദൈവത്തിന്റെ കൃപ. അതിന്റെ ഓപ്പോസിറ്റ് അപ്പം എന്താ? അത് അഹങ്കാരമല്ലേ? ദൈവം നിങ്ങളികളോട് എന്ത് ചെയ്യുന്നു? എതിർത്ത് കിടക്കുന്നു. അഹങ്കാരികളോട് തമ്പുരാൻ എതിർത്ത് കിടക്കുക. സത്യത്തിൽ മനുഷ്യൻ എന്നും ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ പലപ്പോഴും അത് പറയുന്നൊരു കാര്യമാണ്, എന്നും ഓർക്കുന്നൊരു കാര്യം. RCCയിൽ 99 ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് ഒരു 6 മാസത്തോളം അടുപ്പിച്ച് താമസിച്ചു. അതെൻ്റെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചതാണ്. അന്ന് ഞാൻ കണ്ടൊരു കാഴ്ച, ഞാനൊരു പിതാവിൻ്റെ കൂടൊപ്പം താമസിക്കുക ചർച്ചയിലുള്ള പുള്ളിക്കാരനെ കൊണ്ട് ഞാൻ, പക്ഷെ എന്നെ ജീവിതത്തെ പണിത് ആ ഒരു താമസം വല്ലാതെ ഉടച്ചു കളഞ്ഞു. ആ സമയത്ത് ഞങ്ങളൊരു അദ്ദേഹത്തിന് റേഡിയേഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞ് കഞ്ഞി കുടിക്കണം. കഞ്ഞി കുടിക്കാൻ വേണ്ടി ഞാനും പുള്ളിയും കൂടെ ഒരു കടയിൽ പോയി, പൊടിയിൽ കഞ്ഞി കുടിക്കാൻ വേണ്ടി. കഞ്ഞി കുടിക്കാൻ നിന്നപ്പോൾ ഞാൻ കണ്ടൊരു തൊട്ട ഓപ്പോസിറ്റ് ചെറുപ്പക്കാരൻ, അവൻ്റെ മുമ്പിൽ കഞ്ഞി പാത്രമുണ്ട്. ഞാൻ നോക്കിയപ്പോൾ അവൻ 2 കയ്യും താടിക്ക് കൊടുത്തിട്ട് ഇങ്ങനെ കുനിഞ്ഞിരിക്കുക, കുടുകുടാന്ന് കഞ്ഞിക്കകത്തോട്ട് കണ്ണീര് വീഴുന്നുണ്ട്. ഞാൻ അവനോട് സംസാരിച്ചു. ഒരു എഞ്ചിനീയറാ, മാലിന്നോ മറ്റോ വന്ന ശുദ്ധമായ ഇംഗ്ലീഷിൽ അവനോട് പറയുക, ബ്രദറെ 2 മണിക്കൂർ ഞാൻ ഈ കഞ്ഞിയുടെ മുമ്പ് ഇരുന്നിട്ട് വയറ് കത്തുക, പക്ഷെ ഒരു തുള്ളി കഞ്ഞി എന്ത് ചെയ്യുന്നില്ല? ഇറങ്ങിപ്പോകുന്നില്ല. ഇതല്ലേ മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് ഓരോ ദിവസവും കർത്താവേ ഞാൻ ദരിദ്രനാ, ഞാൻ ആകുന്നു കൃപയാ, 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 കൃപയാ. ആത്മാവിൽ ദരിദ്രരായവർ ആരാണ്? ഭാഗ്യവാന്മാർ. അവർക്ക് എന്തോ കിട്ടുമെന്ന്? സ്വർഗരാജ്യം കിട്ടുമെന്ന് ഗൗരവമായിട്ട് മനസ്സിലാക്കുക. അന്നാളിൽ തിരിച്ചറിയാതെ പോകും. ആരെ? അഹങ്കാരികളെ തിരിച്ചറിയാതെ പോകുന്ന ദിവസത്തിൽ അവൻ എന്നെ അറിയണമെന്ന്. അതല്ലേ ഇവിടെ പറയുന്നത്. പലരും അഹങ്കാരത്തോടെ ഗർജിക്കുമ്പോൾ, ഇടയ്ക്കൊരു ക്ഷമിക്കണേ, ഒരു ദൈവദാസൻ ആവേശം കൂടിയപ്പോൾ പറഞ്ഞെന്ന്, കൊണ്ടുവാ ഒരു ശവം ഞാനൊന്ന് ഉയർപ്പിക്കട്ടെന്ന്. ആരെങ്കിലും ഒരു ശവം കൊണ്ടുവച്ചാൽ ഈ പുള്ളി എന്തോ ചെയ്യും? കൊണ്ടുപോവാ ഒരു ശവം ഞാനെന്തോ ചെയ്യട്ടെന്ന് ആവേശം മൊത്തപ്പോൾ എന്തും അങ്ങ് പറയുക. അങ്ങനെ പറയാനപ്പോ ഒരു വാക്ക് അഹങ്കാരത്തിൻ്റെത് വായിന്ന് വരരുത്. എന്തുകൊണ്ടാ? തമ്പുരാനെ ഞാൻ ആകുന്നത് എന്താണ്? കൃപയാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അവർക്ക് എന്ത് കിട്ടുമെന്ന്? സ്വർഗരാജ്യം കിട്ടുമെന്ന്. അടുത്ത വാക്യം നോക്കിക്കേ. ദുഃഖിക്കുന്നവർ ആരാണ്? ഭാഗ്യവാന്മാർ. അവർക്ക് എന്ത് കിട്ടും? ആശ്വാസം കിട്ടും. എല്ലാവരും പറഞ്ഞേ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാൻ. 2 തരത്തിലുള്ള ദുഃഖമുണ്ട്. ഒന്ന് വേർഡ്ലി മോർണിംഗ് ആണ്, ലൗകികമായ ദുഃഖം. 2 ആത്മീയമായ ദുഃഖം. ദുഃഖം എന്താണ്? ആത്മീയമായ ദുഃഖമുണ്ട്, ലോകത്തിന്റെ ദുഃഖമുണ്ട്. ചെറിയൊരു ലോകത്തിന്റെ ദുഃഖം പറയാം. നമ്മുടെ കയ്യിലിരുന്ന ഫോണൊന്ന് കളഞ്ഞു പോയാൽ അന്ന് രാത്രി നമ്മൾ ഉറങ്ങുമോ? ഉറക്കം വരുമോ? ഇല്ല. കാരണം മുഴുവൻ കോണ്ടാക്ട്സും ഇതിനകത്താണ്, ഫോണിനകത്താണ്. ഫോൺ പോയാൽ ഉറക്കം വരുമോ? ഇല്ല, കരയും. കാരണം എന്തോ പോയി? ഫോൺ പോയത്. ഭയങ്കര സംഭവമാണ് ഫോൺ പോയത്. ഇതെല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുമല്ലേ ഫോണ്. ഞാൻ രാവിലെ പറഞ്ഞ പോലെ വലിയൊരു ഫോണാണ്, അതിങ്ങനെ കൈ വെച്ചേക്കാണ്. ഇങ്ങനെ എപ്പോഴും ഉറക്കത്തിൽ പോലും ഫോൺ കയ്യിലില്ലേ? കുറേ നാൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വിരലിങ്ങനെ അടുക്കാതെ വരും. കാരണം ഇതിനിടയ്ക്ക് എന്തോ ഇരിക്കുക, 24 മണിക്കൂറും കയ്യിൽ എന്തോ ഉണ്ട്, ഫോണുണ്ട്. ചിലപ്പോൾ ഈ വിരലൊക്കെ ചിലപ്പോൾ കുറേ നാൾ ഫ്ലെക്സിബിളൊക്കെ പോകുമായിരിക്കും. ഇങ്ങനെ ഇരിക്കുകയല്ലേ, എപ്പോഴും ആപ്പ് വെച്ച പോലെ ഇതിനകത്ത് ഇതിരിക്കുക. അപ്പം ഇത് പോയാൽ നമ്മൾ ഉറങ്ങുമോ? ഉറങ്ങത്തില്ല അല്ലേ? ഉറങ്ങത്തില്ല. അതൊരു ദുഃഖമല്ലേ? ദുഃഖം. പക്ഷെ ആ ദുഃഖമാണ് ഇവിടെ പറയുന്നത്. അല്ല,
ആണോ? അല്ല. തന്നെ കാണുന്ന ഒരു ദുഃഖം, എൻ്റെ കുറവുകളെ മനസ്സിലാക്കുന്ന ഒരു ദുഃഖം. ശരിക്കും വേദപുസ്തകത്തിന്റെ ഏറ്റവും വലിയൊരു കാര്യം അതാണ്. നമ്മൾ ആത്മീയതന്റെ ഏറ്റവും വലിയൊരു ലക്ഷണം. ദൈവസന്ധി വരുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് ഈ ഒരു മനോഭാവമാണ്. തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഒരു ഹൃദയം. തന്റെ ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയിൽ. അവ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് എന്തോ കിട്ടും? കരുണ കിട്ടും. ദൈവസന്ധി വരുമ്പോൾ എപ്പോഴും ദുഃഖിക്കണം. എന്തിനുകൊണ്ട് ദുഃഖം? എൻ്റെ പാപത്തെ മനസ്സിലാക്കി വന്നു. നിങ്ങൾ ഒരുവന് പാപമില്ല എന്ന് പറയുകയാണെങ്കിൽ അവനെന്താ പറയുന്ന? കള്ളം പറയല്ലേ. പാപമില്ലെന്ന് പറയരുത്. നമ്മളെല്ലാവരും ബലഹീനരാണ്. അങ്ങനെയാണെങ്കിൽ ദൈവസന്ധി വരുമ്പോൾ എന്താ ഉണ്ടാകണം? ദുഃഖം ഉണ്ടാകണം. ദുഃഖം ഉണ്ടാകണം. കരയണ്ടേ? കരയണം. എന്തുകൊണ്ടാണ്? അനുതാപത്തിന്റെ കണ്ണീര്. പക്ഷെ ഇന്ന് ഞാനത് കാണാതെ പോവുകയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ പ്രാവശ്യങ്ങൾ ആ ഓൾട്ടർ കോളൊക്കെ കൊടുക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് വരും. പക്ഷെ ഇന്ന് ഞാൻ പലയിടത്തും കാണാം കുഞ്ഞുങ്ങൾ ഒത്തിരി പേര് കരഞ്ഞുകൊണ്ട് കർത്താവിനെ സ്വീകരിക്കുന്നു. ഒരു കൊച്ച് പൊട്ടിക്കരയാ. എന്തിനാ കുഞ്ഞെ കരയുന്നേ? കരയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കള്ളം പറഞ്ഞെന്ന്. അമറി കരയ. ഞാൻ സഹോദരനെ അടിച്ചെന്ന്. കൊച്ചു കുഞ്ഞ്. അവൻ അത്രയും പാപബോധം. പക്ഷെ നമുക്കിന്ന് എന്ത് പോവുകയാണ്? പാപബോധം ഇല്ലാത്തവരാണ്. കരച്ചുകൊണ്ടല്ലേ രക്ഷിക്കപ്പെടാൻ ഓൾട്ടർ കോൾ കൊടുക്കും. അന്നേരം പാടുന്നൊരു പാട്ടുണ്ടായിരുന്നു, ക്രൂശിന്മേൽ കാണുന്നത് ആരാ? പിന്നെ രക്ഷിതാവിനെ കാണുക ഭാവി. ഇതൊക്കെ പാടുമായിരുന്നു. അന്നേരം കരഞ്ഞുകൊണ്ട് വരും. പക്ഷെ ഇന്ന് അതാണ് അല്ല. ഈ ഓൾട്ടർ കോൾ കൊടുക്കുമ്പോഴേ പാട്ടുകാരൊരു പാട്ടിടും. എന്ത് പാട്ടാ? പാപങ്ങൾ പോക്കവേ, ശാപങ്ങൾ മാറ്റവേ, ഭൂലോകം വന്തറയ്യ എന്ന് പറഞ്ഞിട്ടൊരു പാണ്ടിമേളവും കൊടുക്കും. പിന്നെ അങ്ങ് മാറുകയാണ്, അടിച്ച് പൊളിക്കുകയാണ്. അപ്പം കരയുന്നില്ല, ആർക്കും കരച്ചിലില്ല. അപ്പം ഒരാൾ പറഞ്ഞു, ഇപ്പോഴത്തെ മാനസാന്തരം അങ്ങനെയാണ്. ഞാൻ വെച്ചാൽ അതന്നെ. പണ്ട് നോർമൽ ബർത്തായിരുന്നു. നോർമലായിട്ട് പ്രസവിച്ചാൽ കൊച്ചു ജനിച്ചോ എന്ന് അറിയുന്നത് കൊച്ചിന്റെ എന്തോ കേൾക്കുമ്പോഴാണ്, കരച്ചിൽ കേൾക്കുമ്പോൾ. ഇപ്പം നോർമലല്ല, സിസേറിയൻ ആയതുകൊണ്ട് മാനസാന്തരവും സിസേറിയനാ. എന്തോ ഇല്ല, കരച്ചിലില്ലാത്ത മാനസാന്തരം. ശരിക്കും ഉണ്ടാകേണ്ടത് എന്താ? കരച്ചില. ദുഃഖിക്കണമെന്ന്. ആരെ കണ്ടിട്ട്? നമ്മളെ കണ്ടിട്ട് ദുഃഖിക്കണം. പക്ഷെ ഇന്ന് ദാഠ്യത്തിന്റെ ലോകമല്ലേ. ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അപ്പ ഒരിക്കൽ കത്രമേശയ്ക്ക് ഞാനാ കൊണ്ടുപോയത്. അപ്പോൾ ഒരു സഭയിൽ ദൈവദാസനുണ്ട്, സെൻട്രൽ പാസ്റ്റർ വിളിച്ചുകൊണ്ട് പോയത്. കത്രമേശയെക്കുറിച്ച് വചനം പറഞ്ഞിട്ട് ശുശ്രൂഷിച്ചപ്പോൾ സത്യത്തിൽ കണ്ട കാഴ്ച, ആരും പാസ്റ്റർ ഉൾപ്പെടെ ഒറ്റ മനുഷ്യന് കത്രമേശ എടുക്കണ്ട. വചനം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ഉൾപ്പെടെ ആരും എന്തോ ചെയ്യുന്നില്ല, കത്രമേശ എടുക്കുന്നില്ല. പേടിച്ചു പോയി. പിന്നെ പറഞ്ഞു, നമുക്ക് ഏറ്റു പറയാം എല്ലാം കൂടെ ഒരു. എന്നിട്ട് 5-8-10 പേര് എടുത്തത്. എന്നിട്ടും പലരും പേടിച്ചു. ഇപ്പോൾ ഒരു പറയുന്നത്, വഴിയെ പോകുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാമെന്ന്? എടുക്കാമെന്ന്. അതിന്റെ ഒറ്റ മറുപടിയേ ഉള്ളൂ. വഴിയെ പോകുന്നവനൊക്കെ കണ്ട അണ്ടനും അടകൊണ്ടും ഒക്കെ എടുത്താൽ വരുന്നവനും പോകുന്നവനും കൊടുത്താൽ വരുന്നവനും പോകുന്നവനും ഒക്കെ എന്ത് ചെയ്യും? എടുക്കും. പ്രാർത്ഥിച്ച് ഒരുങ്ങി വന്ന് എടുത്തതുണ്ടല്ലോ, ഒരു മനപ്പെട്ടവരും എടുക്കത്തില്ല. എന്താ കാര്യം? അവനെ കാണാൻ കഴിയും. ദുഃഖിക്കുന്നവൻ ആരാണ്? ഭാഗ്യവാൻ. അവർക്ക് എന്തോ കിട്ടുമെന്ന് ആശ്വാസം. ദുഃഖിക്കണം. ആരെ കണ്ട്? നമ്മളെ കണ്ട് ദുഃഖിക്കാൻ കഴിയും. ഒരു കത്രമേശയുടെ മുമ്പിൽ അത് ഉണ്ടാകേണ്ടതല്ലേ. ഇടയ്ക്ക് കേട്ട ഒരു സംഭവം, ഒരു മനുഷ്യനെ തിരുത്തി. എന്തിനു തിരുത്തി? അവന്റെ ചില ക്രമക്കേടുകൾ കൊണ്ട് കത്രമേശ എടുക്കേണ്ടെന്ന് പറഞ്ഞു. കത്രമേശ എടുക്കേണ്ടെന്ന് പറഞ്ഞപ്പം അവനും ഭയങ്കര ധാർഷ്ട്യക്കാരനാണ്. എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പം ഒരാൾക്ക് ലെറ്റർ കൊടുത്തു. എൻ്റെ അപ്പം ഒരു സെൻട്രൽ പാസ്റ്റർ ഒരാൾക്ക് വളരെ ക്രമക്കേടിന്റെ പേരിൽ കത്രമേശയിൽ നിന്ന് എടുക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് കൊടുത്തു. അന്നൊരു കാര്യം പഠിച്ചു. ഇവനത് നേരെ കൊണ്ട് കോർട്ടിൽ കൊടുത്തു. ഫണ്ടമെന്റൽ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന്, മനുഷ്യാവകാശ ധ്വംസനം. വയസ്സാങ്കാലത്ത് കേസ് കേട്ടു. ഞാൻ പിന്നെ അവന്റെ കാലെ പിടിച്ചിട്ട് പറഞ്ഞു, നീ കത്രമേശ എടുക്കൂ, നീ എന്തെങ്കിലും എടുക്ക്, എൻ്റെ പൊന്നച്ചായ. അപ്പച്ചന് പപ്പായോ അങ്ങേർക്ക് വയ്യ, അയാളുടെ കാലെ വീണ്. ഞാൻ പറഞ്ഞു, പപ്പായ കയറി കയറ്റരുത്, അല്ലെ വയസ്സാങ്കാലത്ത് എവിടെ കയറണം? കോടതി കയറണം. കത്രമേശ. ഇന്ന് പിന്നെ ഒരു കാര്യം പറയും, അതുകൊണ്ട് ആ പരിപാടി അങ്ങ് നിർത്തിയെന്ന്. കാരണം ഇവന് ഒരിക്കലും മാനസാന്തരം ഉണ്ടാകും. അപ്പോൾ ഒരു സഹോദരനെ ഇതുപോലെ ചെന്നു. അപ്പോൾ അയാളെന്ത് ചെയ്തു? സീനിയർ പാസ്റ്റർ ചെന്നിട്ട് കണ്ടിട്ട് പറഞ്ഞു, ഞാൻ കേസ് കൊടുക്കും, എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും. അപ്പോൾ അങ്ങനെ എന്തോ കൊടുത്തു, ഒരു കത്ത് കൊടുത്തു. എടുത്തോളെ. ഇയാൾ വന്ന് കത്രമേശ എടുത്തു, ഏറ്റവും മുമ്പിൽ പോയിരുന്നു എടുത്തു. അപ്പം പാവം പിടിച്ച വിശ്വാസികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഇവരെന്തോ ചെയ്തു? തിരിച്ച് ചെന്നിട്ട് അച്ചായനെ ചെന്ന് കണ്ടു. അച്ചായ, അപ്പം കയ്യിൽ കൊള്ളം കാലക്കാരൻ, പണമുള്ളവൻ എന്തോ ആകാമെന്നോ. അവൻ കത്രമേശ എടുത്തെന്ന്. എന്നാൽ അയാൾ പറഞ്ഞു അപ്പച്ചൻ പറഞ്ഞു എടുത്തിട്ടില്ലെന്ന്. അതിനോർത്തന്നെ അപ്പച്ചൻ പറയുന്നത്. അല്ല, പ്രായമുള്ള അപ്പച്ചൻ പറയാ, ദൈവദാസ് എടുത്തിട്ടില്ലെന്ന്. ഞങ്ങൾ കണ്ടല്ലേ, ഞങ്ങളുടെ ഇപ്പുറത്ത് ആദ്യം പോയി എടുത്തു. അപ്പച്ചനല്ലേ എടുത്തു കൊടുത്ത്. അയാൾ എടുത്തിട്ടില്ല. അയാൾ എടുത്തിട്ടില്ല മക്കളെ, അയാൾ എടുത്തിട്ടില്ല. അപ്പച്ചനല്ലേ ലെറ്റർ കൊടുത്തേ. ഞാൻ എനിക്ക് കത്രമേശയ്ക്ക് ലെറ്റർ കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ അപ്പച്ചൻ എന്താ കൊടുത്തേ? എടാ മോനെ, നിന്റെ ഇപ്പുറത്തിരുന്നോണ്ട് അവൻ എടുത്തത് കത്രമേശ അല്ലടാ, പിന്നെന്തുവാ? ശിക്ഷാവധി തിന്നട്ടാ. ഞാൻ കൊടുത്ത അവന് കത്ത് കത്രമേശയ്ക്കല്ല, പിന്നെ എന്തിനാ? എന്തോ തിന്നാനാ? ശിക്ഷാവധി. നീ എടുത്തത് കത്രമേശ, അവൻ എടുത്തത് എന്താ? ശിക്ഷാവധി. ഞാൻ അവന് കൊടുത്തത് എന്തോ എടുക്കാനാ? കത്രമേശയ്ക്കല്ല. അവൻ മാനസാന്തരപ്പെടത്തില്ല, അവൻ കോടതി കയറ്റുമെന്ന് പറഞ്ഞു. കത്ത് കൊടുത്ത് എടുത്തോളാൻ. ഇന്ന് മുതൽ കത്ത് പിൻവലിച്ചെന്ന് വേറെ ഒന്നും ഞാൻ എഴുതിയില്ല. ഞാൻ കൊടുത്തത് എന്തിനാ? അവൻ തന്നെത്താൻ ശോധന ചെയ്തില്ലെങ്കിൽ തനിക്ക് തന്നെ എന്തോ തിന്നുന്നു? ശിക്ഷാവധി തിന്നുന്നു. വളരെ ഗൗരവമായിട്ട് ഓർക്കണേ. ഓരോ പ്രാവശ്യവും ദൈവസന്ധി വരുമ്പോൾ നമ്മളെ കാണാൻ കഴിയണം. ഇടറരുത് ഒരു കാരണം. അതുകൊണ്ടല്ലേ വേദവസം പറയും, ഈ ബർവോന് പറ്റിയ കാര്യം എന്താ? ബർവോന് ഓരോ പ്രാവശ്യവും ഹൃദയം എന്താക്കി? കഠിനമാക്കി. അവസാനം എവിടെ പോയി? ചെങ്കടലിൽ മുങ്ങി വന്നു. ഇതെന്റെ ഒരു വലിയ പ്രശ്നമായിരുന്നു. ഭയങ്കര കാണാം. കർത്താവേ, നീ ക്രൂരനല്ലേ? എൻ്റെ കുഞ്ഞിലെ വല്ലാത്ത ദുഃഖം, വല്ലാത്ത ദേഷ്യം എനിക്ക് ദൈവത്തോട്. എൻ്റെ ഏറ്റവും വലിയൊരു പസിലായിരുന്നു അത്. തമ്പുരാൻ എന്തിനാ ഒരു മനുഷ്യനെ കൊണ്ട് കടലിൽ മുക്കി കൊന്നേ? മോശമല്ലേ അത്? അത് തെറ്റല്ലേ?
അത് തെറ്റല്ലേ? അത് തെറ്റല്ലേ? 100% തെറ്റല്ലേ? അപ്പൊ എനിക്ക് ദൈവം പിന്നെ മനസ്സിലാക്കി തന്നത്, ചള്ളയെ വെയിലടിച്ചാൽ എന്തോ ആകും? ചള്ളയെ വെയിലടിച്ചാൽ എന്താകും? കട്ടിയാകും, ഉരുകും. ചള്ളിയെ വെയിലടിച്ചാൽ എന്താ പറ്റും? കട്ടിയാകും. മെഴുകെ വെയിലടിച്ചാൽ എന്താ പറ്റും? ഉരുകും. ഫറവോന്റെ ഹൃദയം എന്തായിരുന്നു? ചള്ളയായിരുന്നു. ഓരോ ഇടപെടലും അവന്റെ ഹൃദയത്തെ എന്താക്കി? കട്ടിയാക്കി. എന്നാൽ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, കല്ല് പോലുള്ള നമ്മുടെ ഹൃദയം മാറിയിട്ട് എന്ത് വരണമെന്ന്? മാംസളമായൊരു ഹൃദയം. മാംസളമായ ഹൃദയത്തിന്റെ പ്രത്യേകത എന്താ? അത് മുറിയുന്ന ഹൃദയമാണ്. മറിയത്തോടൊക്കെ ശിമയോൻ പറയുന്നില്ലേ, നിന്റെ പ്രാണനിൽ കൂടെ എന്തോ കടക്കുമെന്നും? വാള് കടക്കുമെന്ന്. മാംസളമായൊരു ഹൃദയവും അതിനകത്ത് വചനം എന്ന വാള് കടക്കുമ്പോൾ എന്തോ പറ്റും? അവർ തങ്ങളെ കാണാൻ തുടങ്ങും, വീണ് കിടന്ന് കരയാൻ തുടങ്ങും. ആര് ഭാഗ്യവാൻ? ദുഃഖിക്കുന്നവൻ ഭാഗ്യവാൻ. അവർക്ക് എന്തോ കിട്ടുമെന്ന്? ആശ്വാസം കിട്ടും. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ദുഃഖിക്കുന്നവൻ ആരാണ്? ഭാഗ്യവാൻ. അവർക്ക് എന്തോ കിട്ടും? ആശ്വാസം കിട്ടും. ദുഃഖിക്കുന്നവൻ ഭാഗ്യവാൻ. അവർക്ക് എന്ത് കിട്ടുമെന്ന്? ആശ്വാസം. പക്ഷെ ഭയങ്കര ഓപ്പോസിഷനാണ്. ഒരു വചനത്തിന്റെ പോലും അതിന്റെ മുമ്പിൽ ഇടരരുത്. ഒരു വീട്ടിലൊരിക്കൽ യോഗം നടക്കുക. അപ്പൊ ആ യോഗത്തിൽ ഞാൻ സൂക്ഷിക്കുക. അപ്പൊ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അവരുടെ വീടിന്റെ മോൻ വിദേശത്താണ്, അവന്റെ ജീവിതത്തിന്റെ ജോലിക്കൊരു വലിയ പ്രശ്നം, അതിനുവേണ്ടി അമ്മച്ചി അവരെല്ലാം കൂടെ ഉപസിക്കുക. അപ്പൊ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഈ വിഷയം മാറണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നിങ്ങൾ അമ്മച്ചിയും മരുമോളും തമ്മിൽ എന്നും പിണക്കാം, ഇന്നും മിണ്ടത്തില്ല. നിങ്ങൾ തമ്മിലൊന്ന് രമ്യപ്പെട്ടിട്ട് ഒരുമിച്ച് കരം കോർത്ത് പ്രാർത്ഥിച്ച മോന്റെ വിഷയം അവിടെ ശരിയാകും. അല്ലെങ്കിൽ ഉപവാസമൊക്കെ വെക്കാവുന്നേ ഉള്ളൂ, ഒരു കാര്യം ഉണ്ടാകത്തില്ല. അന്ന് എന്നോട് കർത്താവ് പറഞ്ഞു. അന്ന് അമ്മച്ചി എന്നെ നോക്കിയിട്ട് ചോദിച്ചു, മോനോട് അങ്ങനെ കർത്താവ് പറഞ്ഞു? ഞാൻ പറഞ്ഞു. അന്ന് അമ്മച്ചിയോട് കർത്താവ് പറഞ്ഞു, എന്നോടും കർത്താവ് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ പറഞ്ഞേ? ദുഷ്ടൻ നിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിന്റെ വായ എന്ത് ചെയ്യണമെന്നാണ്? കടിഞ്ഞാണിട്ട് കാക്കണമെന്ന്. ആരാ ദുഷ്ട? ആരാ? മരുമോള. മിണ്ടുന്ന എന്തോ ഇല്ലെന്ന്, പ്രശ്നമില്ലെന്ന്. അത് ദൈവത്തോട് വിഘടിക്കുക. ഒരു കാര്യം ഓർത്തോണേ, ചെറുതാണോ വലുതാണോ, ദൈവം ഓർപ്പിക്കുന്ന ഓരോ ഇടർച്ചകൾക്ക് മുമ്പിലും വീണ് കിടന്ന് കരയുന്ന ഒരു മാനസികാവസ്ഥയുണ്ടെങ്കിൽ ദുഃഖിക്കുന്നവൻ ഭാഗ്യവാൻ. അവർക്ക് എന്ത് കിട്ടുമെന്ന്? ആശ്വാസം കിട്ടുമെന്ന് കർത്താവിനോട് പറഞ്ഞേ, ദുഃഖിക്കുന്ന ഒരു ഹൃദയം തരണം. തന്നെ മാത്രമല്ല, തന്നെ ഓർത്ത് ദുഃഖിക്കണം, പിന്നെ മറ്റുള്ളവരെ ഓർത്ത് ദുഃഖിക്കണം. ജനത്തിൻ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് നീ എൻ്റെ തലയെ വെള്ളവും എൻ്റെ കണ്ണിനെ കണ്ണീരിറവും ആക്കിയിരുന്നെങ്കിൽ. വീതിയുടെ തലയ്ക്ക് കുഞ്ഞുങ്ങൾ കിടക്കുക, അവരെ ഓർത്ത് കരയണമെങ്കിൽ എന്തോ വേണം? ദുഃഖിക്കുന്ന ഒരു ഹൃദയം വേണം. ആരെ കാണണം? നമ്മെ കാണണം, നമ്മുടെ കൂട്ടുകളുള്ളവരെ കാണണം, അവർക്ക് വേണ്ടി കരയണം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർക്ക് എന്ത് കിട്ടുമെന്ന്? ആശ്വാസം കിട്ടും. എല്ലാവരും പറഞ്ഞേ, ദുഃഖിക്കുന്നവൻ ഭാഗ്യവാൻ. അവർക്ക് എന്ത് കിട്ടുമെന്ന്? ആശ്വാസം. അപ്പം ആത്മാവിൽ ദരിദ്രരായവരെ ഭാഗ്യവാന്മാർ. അവർക്ക് എന്ത് കിട്ടും? സ്വർഗരാജ്യം കിട്ടും. 2, ദുഃഖിക്കുന്നവൻ. ആരെ? നമ്മുടെ ചെറിയ തെറ്റുകൾ, ഇടർച്ചകൾ ഓർത്തിട്ട് ദുഃഖിക്കുക. ദുഃഖിക്കുന്നവർക്ക് എന്തോ കിട്ടും? ആശ്വാസം കിട്ടും. 3-ാമത്തെ വാക്യം നോക്കിക്കേ. അടുത്ത ഭാഗ്യം. എന്താണ് ഭാഗ്യം? ആരാണ് ഭാഗ്യം? ഇതൊന്നും ലോകത്തിൽ ഭാഗ്യമാണോ? ദുഃഖം ഭാഗ്യമാണോ? അല്ല. ദാരിദ്ര്യം ഭാഗ്യമാണോ? അല്ല. പക്ഷെ അടുത്ത വാക്യം നോക്കിക്കേ. സൗമ്യതയുള്ളവർ ആരാണ്? ഭാഗ്യവാന്മാർ. അവർ ഭൂമിയെ എന്താക്കുമെന്ന്? അവകാശമാക്കുമെന്ന്. സൗമ്യത ചെറിയൊരു കാര്യമാണോ? അല്ല. സൗമ്യത വളരെ കൃത്യമായിട്ട് ഓർക്കണേ. സൗമ്യത എന്നൊക്കെ പറയാം. സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാണ്. മോശയെ പോലെ ആരില്ലായിരുന്നെന്ന്? സൗമ്യനില്ലായിരുന്നു. സൗമ്യത ചെറിയൊരു ക്വാളിറ്റിയാണോ? ഇന്നത്തെ മനുഷ്യന്റെ പ്രത്യേകത, എല്ലാവരും അങ്ങ് ക്ഷിപ്രകോപികളാണ്. എല്ലാവരും ഷോർട്ട് ടെമ്പേർഡാണ്. മൂക്കിന്റെ അറ്റത്ത് എല്ലാവർക്കും എന്ത്? ദേഷ്യം. ആർക്കും ഒന്നിലും സഹിക്കാൻ വയ്യാത്തല്ലോ. സത്യത്തിൽ സൗമ്യത എന്ന് പറയുന്നത് ഒരു വലിയ ക്വാളിറ്റി. ഞാൻ നിങ്ങളോട് കാര്യം ചോദിച്ചോട്ടെ, എന്തിനും ഏതിനും ഇറിറ്റേറ്റ് ആകുന്ന ആൾക്കാരില്ല, എല്ലാത്തിനും ഇറിറ്റേറ്റ് ആകും. ഇവരെ നമുക്ക് ഇഷ്ടമാണോ അല്ലയോ? ഇഷ്ടമാണോ അല്ലയോ? അങ്ങനെയുള്ളവരെ മനുഷ്യന് ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടത്തില്ല. സൗമ്യത വലിയൊരു ക്വാളിറ്റിയാണ്. അവർ ഭൂമി എന്താക്കുമെന്ന്? അവകാശം. ഞാൻ വല്ലാതെ ചില പഠിച്ചു പോരുക. ഞാൻ സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു വാർഡനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഗ്രേറ്റസ്റ്റ് ഒരു ഓൾഡ് ടെസ്റ്റ്മെന്റിലെ വലിയൊരു തിയോളജിയാണ്. അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ, തമിഴിനാണ്. അപ്പോൾ ഇയാളെന്ത് ചെയ്തു? കുറെ നാഗാലാൻഡ് പിള്ളേരുണ്ട്. ഈ നാഗാപിള്ളേർ രാത്രി പോയിട്ട് പട്ടിയൊക്കെ കൊല്ലും. ഇവരുടെ പട്ടിയൊക്കെ ഒന്ന് ഭയങ്കര ആഘോഷിക്കും. രാത്രി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിപ്പോ. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഹോസ്റ്റലിൽ പൂട്ടി. കുറെ ക്രമക്കേടൊക്കെ ഉണ്ടായി. ഹോസ്റ്റലിൽ പൂട്ടിയപ്പോൾ അന്ന് ഞങ്ങളോട് പഠിച്ചൊക്കെ JNU എന്നൊക്കെ വന്ന് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്നൊക്കെ റാങ്ക് ഹോൾഡിൽ പുറത്തിറങ്ങിയ കുറെ പിള്ളേരുണ്ട്. സൈക്കോളജി PhD നല്ല ഒരു ബാച്ചായിരുന്നു. അപ്പോൾ ഇവരെല്ലാം കൂടെ ഭയങ്കര വിഷയം ഉണ്ടാക്കിയിട്ട് ഇതിനെതിരെ പ്രതികരിച്ചു. ഞങ്ങൾ ഫ്യൂച്ചർ ചർച്ച് ലീഡേഴ്സാണ്, ഞങ്ങളെ എന്തൊരു ക്രമക്കേടിലാണ്, അപ്പോൾ ഞങ്ങളെ പൂട്ടാനൊക്കത്തില്ല, വി ആർ റെസ്പോൺസിബിൾ പേഴ്സൺസ് ഒക്കെ പറഞ്ഞിട്ട് പ്രശ്നമായി. അപ്പം പുള്ളി എന്ത് ചെയ്തു? നിർബന്ധമായിട്ടും സ്റ്റുഡന്റ് ബോഡി വിളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റുഡന്റ് ബോഡി വിളിച്ചു. എന്നിട്ട് പുള്ളി വളരെ കൂളായിട്ടാണ് വന്നിരുന്നു. പുള്ളി പറഞ്ഞു, ഞാനിത് പൂട്ടി, വി ഹാവ് ഡിസൈഡ് ടു ലോക്ക് ദ ഹോസ്റ്റൽ, സോ എവരിബഡി ഷുഡ് ബി ഇൻ ദ ഹോസ്പിറ്റൽ ബിഫോർ 10 o'clock. At 10 o'clock it will be locked. അത് പുള്ളി നയം വ്യക്തമാക്കി കൂളായിട്ട് നിൽക്കുക. അപ്പോൾ എല്ലാവരും ഒരുത്തൻ എഴുന്നേറ്റ് പറഞ്ഞു, അവന് LLB നല്ല വിവരമുള്ളവന്. അവനെന്ത് ചെയ്തു? അവന് ഈ കുറെ ബിൽഡിംഗ് റൂൾ എടുത്തിട്ട് പറഞ്ഞു, അക്കോർഡിംഗ് ടു ദ ബിൽഡിംഗ് റൂൾ ആക്ട്, അതിന്റെ ഉപവകുപ്പ് പ്രകാരം എവരി ഹോസ്റ്റൽ, എവരി ഡോർമെറ്ററി ഷുഡ് ഹാവ് ആൻ എമർജൻസി എക്സിറ്റ്. ഐ എം ആസ്കിംഗ് എ ക്വസ്റ്റ്യൻ, അവർ ഹോസ്റ്റൽ ഈസ് ദർ എൻ എമർജൻസി എക്സിറ്റ്? അപ്പം സാറ് പറഞ്ഞു, നോ, ദർ ഇസ് നോ എമർജൻസി എക്സിറ്റ്. അങ്ങനെ അവൻ പറഞ്ഞു, ദിസ് ഇസ് ഫണ്ടമെന്റൽ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പം പിള്ളേർ ഞങ്ങളുടെ കൈയടിച്ചു.
അപ്പോൾ പുള്ളി കൊച്ചായില്ല. പുള്ളി പറഞ്ഞു, മോനെ അത് സത്യമാണ്, പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലായി, ഐ ആം ലോക്കിംഗ് ദ ഫസ്റ്റ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ ഓൺലി. ഇഫ് ദർ ഈസ് ആൻ എർത്ത് ഓർ എനിത്തിങ് യു ക്യാൻ ഗോ ടു ദ ഫസ്റ്റ് ഫ്ലോർ ആൻഡ് ഫ്രം ദ ഫസ്റ്റ് ഫ്ലോർ യു ക്യാൻ ജംപ് ഓൺലി 12 feet ഹൈറ്റ്. അപ്പം എന്നിട്ട് പുള്ളി ചിരിച്ചോണ്ട് യു ക്യാൻ ജംപ്. അപ്പോൾ ഈകളൊരു തമിഴിനാണ്. അപ്പം ഞാനെന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു, തമിഴിൻ്റെ ഒരു ആക്സെൻ്റ് ആണ്. ഞാൻ പറഞ്ഞു, സാർ വാട്ട് യു സെഡ് സാറേ, സാർ യു ലുക്ക് അറ്റ് മീ സാർ, ഐ ആം 90 kg സാർ. എനിക്ക് നല്ല വേണമായിരുന്നു കുറച്ചുകൂടെ. ഇഫ് ഐ ജമ്പ് ഫ്രം ഫസ്റ്റ് ഫ്ലോർ സാർ ഐ ഡൈ സാർ, ഹൗ മേഴ്സി ഓൺ മീ സാർ. ഉടനെ പിള്ളേരെല്ലാം കൂടെ കൈ അടിച്ച് കൂവി. ആരെ കൊച്ചാക്കിയതാ? സാറിനെ. സാറങ്ങ് ചമ്മിയെന്നാ ഞാൻ ഓർത്തത്. സാറ് ചമ്മിയില്ല. പുള്ളി നോക്കി പറഞ്ഞു, പ്രിൻസ് വാട്ട് യു സെഡ് ഈസ് അബ്സല്യൂട്ട്ലി റൈറ്റ്, യു കാൻ ജംപ് ഫ്രം ദ ഫസ്റ്റ് ഫ്ലോർ, യു വിൽ ഡൈ. സോ ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ ഐ ഹാവ് സെറ്റ് എ ജിംനേഷ്യം ഓവർ ദെയർ, ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഫ്രീ. സോ ടുമോറോ ഓൺവേഴ്സ് മൈ ഡിയർ സൺ ഗോ ടു ദ ജിംനേഷ്യം ആൻഡ് റെഡ്യൂസ് യുവർ ഫാറ്റ് ആൻഡ് റെഡി ടു ജംപ്. ആരാ ചമ്മിയത്? ചിരിച്ചുകൊണ്ട് പറയാ. ആരാ ചമ്മിയത്? പുള്ളിയാണോ ഞാനാണോ? സൗമ്യതയുള്ളവർ ആരാണ്? ഭാഗ്യം. ഒരു ദേഷ്യഭാവം ഇല്ലാതെ പറയും. സത്യത്തിൽ മനുഷ്യന്റെ എല്ലാ അവസ്ഥകളും തന്നെ, ഒരു കാര്യമില്ല നമ്മൾ ദേഷ്യപ്പെടുന്നത്, അല്ലേ? ഞാൻ പലപ്പോഴും കുടുംബസംഘം എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഭർത്താവും ഭാര്യയും കൂടെ വഴക്കുണ്ടായി. എല്ലാ വീട്ടിലും പ്രശ്നം ഇത്രയൊക്കെ ഉള്ളൂ. ഭർത്താവ് രാവിലെ കുളിക്കാൻ കയറി. എങ്ങനെയാ? സമയം പോയിട്ട് കുളിക്കാൻ കയറി കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഓർത്തത് തോർത്തെടുക്കാതെ കയറി. അപ്പം പഴയ വീടിന്റെ ഇങ്ങേ അറ്റത്താണ് അടുക്കള. പുള്ളി അങ്ങേ അറ്റത്തെ ബെഡ്റൂമിൽ കുളിക്കുമ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂം അല്ലേ. പുള്ളി കഴിഞ്ഞപ്പം പുള്ളി അവിടെ കിടന്നിട്ട് അലച്ചു, എടിയൂ എന്താണ് തോർത്ത്. ഈ പാവ എടി എവിടെ നിൽക്കുക? അടുക്കള നിൽക്കുക. അവൾ അവിടുന്ന് ഓടി വന്നു. കുറേ തോർത്തേത് കേട്ടില്ല, എടിയൂ കേട്ടപ്പം വന്നു. അപ്പൊ എടിയും കേട്ടോണ്ട് വന്നപ്പോൾ ഇയാൾ എവിടെ നിൽക്കുക? ഇയാൾ ഈ പകുതി കഥക് തുറന്നിട്ട് തല വെളിയിട്ട് നിൽക്കുക. ഇടി മണ്ട അതിങ്ങോട്ട് തരാൻ. എന്താ ചേട്ടാ? ഇടി അതിങ്ങോട്ട് തരാൻ. എന്താ നിന്നോടടി പറഞ്ഞ അതിങ്ങോട്ട് തരാം. അപ്പൊ ഇവിടെ കൈ ചട്ടുകൊണ്ട് ദോശ കൊടുത്തോണ്ടിരിക്കുക. ഇവിടെ ചോദിച്ചു, ഇതാണോ ചേട്ടാന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവള് പറഞ്ഞു, വല്ലതും പറയാനുണ്ടെ എന്നെ പറഞ്ഞോണം. അപ്പൊ എന്റെ വീട്ടുകാരെ എന്തോ ചെയ്യരുത് പറയും. അയാൾ ചോദിച്ചു, പറഞ്ഞാൽ നീ എന്തോ ചെയ്യും. നിങ്ങളുടെ തള്ളയുടെ വിശേഷം എന്നെ കൊണ്ട് വായിപ്പിക്കരുത് മനുഷ്യ. ഞാനങ്ങ് തുടങ്ങും കേട്ടു പോകും. ഇതിനിടയ്ക്ക് എന്തോ കരിഞ്ഞു പോയി. ദോശ കഴിക്കാൻ വന്നപ്പം താണ്ട് എന്തോ ദോശ എടുക്കും ഒരേറെ തീർന്നു. അന്നത്തെ ദിവസം സന്ധ്യയായി വിശ്വസമായി 1-ാം ദിവസം. എന്തോ വിഷയം. ഇടി തോർത്ത് എടി അത് താടി എന്ന് പറയുന്ന മനുഷ്യന് എന്തോ പറയാം, തോർത്തെന്ന് പറയാം. അയാൾക്ക് എന്തോ ഇല്ല, ക്ഷമയില്ല. പോട്ടെ, അയാൾക്ക് ക്ഷമ വേണ്ട. എന്നാലും എൻ്റെ പൊന്നു ചേച്ചി കുളിമുറി ചട്ടുകം വേണോ? വേണ്ട. അയാൾക്ക് എന്തോ ഇല്ല, ക്ഷമയില്ല. മനുഷ്യന്റെ പ്രശ്നം മനുഷ്യർക്ക് എന്തോ ഇല്ലെന്നുള്ളതാ, സൗമ്യതയില്ലെന്നുള്ളത്. ഈ സൗമ്യതയില്ലാത്ത സമയത്ത് പറയുന്ന വാക്കുകളൊക്കെ വളരെ ഗൗരവമുള്ളതല്ലേ. എന്തെല്ലാം നമ്മൾ പറയുന്നത്, പ്രാകുന്നു, അലയ്ക്കുന്നു. എന്തില്ലാത്തതുകൊണ്ടാ? സൗമ്യത. ആ ഒരു ക്വാളിറ്റി ചെറിയൊരു കാര്യമല്ല. സൗമ്യതയുള്ളവരാരാണെന്ന്? ഭാഗ്യവാന്മാരാണ്. അവർക്ക് എന്തോ ഉണ്ടാകുമെന്ന്, അവർ ഭൂമിയെ എന്താക്കുമെന്ന് അവകാശമാണ്. വളരെ കൃത്യമായിട്ട് ഓർത്തോണേ. ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സൗമ്യതയുടെ ഭാവമുണ്ട്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. ഈ ശുശ്രൂഷ ഞാനും അത്ര ദേഷ്യക്കാർ, ഭയങ്കര ദേഷ്യമാണ്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും എന്നെ അപ്പയ്ക്കാണ് മൂക്കിൻ്റെ അടുത്താകും. പക്ഷെ എനിക്ക് ഒത്തിരി മാറി വന്നു. ഞാൻ ദൈവത്തോട് വളരെ പ്രാർത്ഥിച്ചൊരു കാര്യം. കാരണം ഒരു ക്വാളിറ്റിയാണ്. എന്ത് കാര്യം? സൗമ്യത. ഒരിക്കൽ എന്നെ വല്ലാതെ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഞാൻ ഒത്തിരി പിള്ളേരെ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. സൗമ്യതയുള്ള ഭാഗ്യം. അവർ ഭൂമി എന്താക്കുമെന്ന് അവകാശമാണ്. ഞാൻ ഒത്തിരി പിള്ളേരെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് എൻ്റെ കൂടെ. 6, 7, 8 വർഷമായിട്ട് താമസിക്കുന്നുണ്ട്. മദ്യപാന ചികിത്സയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടു. അപ്പം ഒരു പയ്യന് കുറേ നാൾക്കും എൻ്റെ കൂടെ താമസിച്ചു. അവന് റാന്നിക്കോളെ തന്നെ പഠിക്കുക. നല്ല മസിലൊക്കെ ഉള്ളൊരു പയ്യനാണ്. നല്ല മുട്ടുക്കൻ ഒഴികൾക്ക് ഇരുമ്പ് സ്വരൂപ നല്ല ആരോഗ്യമുള്ള. അപ്പോൾ ഇവൻ അവിടെ ഡിഗ്രിക്ക് പഠിക്കാം. അപ്പോൾ ഇവന് ഇച്ചിരി ഇടച്ചൊക്കെ ആയിട്ട് ഇവന് ഇച്ചിരി വെള്ളവടിയൊക്കെ തുടങ്ങി കമ്പനിയൊക്കെ ആയി. അപ്പം അവൻ്റെ അമ്മ ഒരു പാവം. അമ്മ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും ഉദ്ദേശിച്ചു, പക്ഷേ ഇവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തും. ഞാൻ പറഞ്ഞു ശരി. ഞാനോട് പറഞ്ഞു, നീ ഇവൻ്റെ വീട്ടിൽ വന്നു. എന്നിട്ട് എൻ്റെ കൂടെ യോഗത്തിനൊക്കെ വന്നു, വീട്ടിൽ താമസിച്ചു. നീ രാവിലെ ഇവിടുന്ന് കോളേജിൽ പോകും. അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. ആണോ? രാവിലെ ചെറുക്കന് പൊതി കെട്ടി കൊടുക്കണ്ടേ, അവന് 4 മണിക്ക് വരുമ്പോഴെല്ലാം കൊടുക്കണ്ടേ? അത്ര എളുപ്പമുള്ള കാര്യമാണോ? എങ്കിലും അവന് 6 മാസത്തോളം വീട്ടിൽ താമസിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇവൻ പിന്നെ ഇടറിപ്പോയി. ഇവനൊരു ഗായകരൊക്കെ പെട്ടു. അവർ ആന്നി കോളേജിൽ കുറേ ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കി. ഇവനങ്ങ് തെന്നിപ്പോയി. എന്നാലും ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ കാണുമ്പോൾ ഭയങ്കര ബഹുമാനം. അങ്ങനെ ഇരിക്കുക ഒരു സംഭവം ഉണ്ടായി. ചർച്ചിൽ ഒരു കല്യാണം നടക്കും. ആ കല്യാണത്തിന്റെ തലേരാത്രി എൻ്റെ അപ്പ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വെളിപ്പാട് കാണും. നാളെ കല്യാണത്തിന്റെ ഇഷ്യൂണ്ട്. അത് ഞങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. കുറേ പാസ്റ്റേഴ്സ് ഉണ്ട്. അവരെല്ലാം വിളിച്ച് പറഞ്ഞു, കുഞ്ഞുങ്ങളെ നാളെ ഒന്നും ആരും പ്രതികരിക്കരുത്. അന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ കല്യാണത്തിന് കയറി. കല്യാണത്തിന്റെ അന്ന് രാവിലെ ഈ പെൺകുട്ടിയുടെ ഒരു അമ്മാച്ചൻ കുടിച്ചിട്ട് വന്നിട്ട് ചർച്ചിലുള്ളൊരു പ്രായമുള്ള ഒരു മനുഷ്യനെ പിടിച്ച് തെള്ളിപ്പോയി. നമ്മളിതൊന്നും അറിയുന്നില്ല, മേളിൽ നിൽക്കുക. കല്യാണം എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ എൻ്റെ കൂടെ അന്നൊരു ഡ്രൈവറുണ്ട്. അവനൊരു തിരുവനന്തപുരംകാരൻ്റെ പയ്യന്. അവനെന്നോട് പറഞ്ഞു, അങ്ങനെ ഇരിക്കെ ഈ പയ്യൻ വന്നു. ഇവനൊന്നും പറഞ്ഞു, അച്ഛാ ഇവനെ ആ സമയത്ത് ഈ വഴക്കുണ്ടായ സമയത്ത് ഇവൻ അവിടെ വന്നെന്ന്, ചർച്ചിൻ്റെ അവിടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്, പാർക്കിങ്ങിലാണ്. ഇവൻ വന്നിട്ട് അവിടെ കിടന്ന് ഭയങ്കര ഷോ ഉണ്ടാക്കി, ഭയങ്കര ചീത്ത വിളിച്ചു. ആരടാ ചർച്ചിലെ പാസ്റ്റർമാരെ ചീത്ത വിളിച്ചത്? ആരടാ അടിക്കുന്നത്? ഞാനുണ്ടോ അടിക്കും. ഇവൻ ചർച്ചിന്റെ ഗുണ്ടയല്ലേ, ഇവൻ ഭയങ്കര ഗുണ്ടയാണ്, ആരോഗ്യമുള്ളതന്നെ. ആരടാ അടിക്കുന്നത്? ഇവൻ ഭയങ്കര തെറിവിളി. അപ്പോൾ ഇത് മോശമായിപ്പോയി. അപ്പോൾ ഞാൻ ഇവനെ വിളിച്ച് പറഞ്ഞു, എടാ മോനെ, നീ നല്ല കാര്യമാണ് ചെയ്ത്, നമ്മളോടുള്ള സ്നേഹത്തില്ല. പക്ഷെ ഒരു കാര്യം, നീ ആ ചീത്ത വിളിച്ചൊന്നും ശരിയായില്ല. കാരണം ഇവൻ പറഞ്ഞു, ഞാൻ ചീത്തയൊന്നും വിളിച്ചില്ല അച്ഛാ.
ഉടനെ എൻ്റെ കൂടെ നിന്ന് ഡ്രൈവർ പറഞ്ഞു, എടാ ഇതൊന്നും ഇല്ലെന്നൊന്നും പറഞ്ഞിട്ടുള്ള, ഞങ്ങളൊക്കെ കേട്ടാന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ ചിരിച്ചു, അങ്ങ് പോയി. ഇത്രയോ സംഭവിച്ചുള്ളൂ. 2 ആഴ്ച കഴിഞ്ഞ് വീട്ടിൽ ഇരിക്കുക. ഞാനുണ്ട്, എൻ്റെ അപ്പയുണ്ട്, അമ്മയുണ്ട്, വേറെ കുറേ പേരാണ്. ഈ ഡ്രൈവർ, ഈ പയ്യനുമുണ്ട്, ഡ്രൈവറാ. അവൻ്റെ ഫോണിലോട്ട് പെട്ടെന്നൊരു കോള്. ഇവൻ്റെ മുഖം അങ്ങ് വല്ലാതാകുന്നു. ഞാൻ ചോദിച്ചു, എടാ എന്തോ പറ്റി? ഒന്നുമില്ല അച്ഛാ. എടാ എന്തോ പറ്റിയാണ്? അവൻ എൻ്റെ കയ്യിലോട്ട് ഫോൺ തന്നു. ഫോൺ തന്നപ്പം ശുദ്ധ ചീത്ത വിളിക്കുക. മറ്റേ പയ്യനാ, നമ്മുടെ ചർച്ചുള്ള പയ്യനാ. ഇവനെ ചീത്ത വിളിക്കുക. ഞാൻ പെട്ടെന്ന് ഫോണെടുത്ത് ചോദിച്ചു, എടാ നീ എവിടെയാ? ഞാൻ അച്ഛാ ഇട്ടി. ആരാ? ഞാൻ പറഞ്ഞു, ഞാൻ അച്ഛനാടാ. അച്ഛനാണോ? ഓ അച്ഛാ സോറി, ഞാൻ ഇട്ടി പറയണ്ട. നീ വന്ന് ഇങ്ങോട്ട് വന്നേ, വീട്ടിലോട്ട് വന്നേ, ഞാൻ ഇപ്പം വരാം. അവൻ നിമിഷ നേരം കൊണ്ട് വീട്ടിൽ വന്നു. നല്ല മസില, അവൻ ജിമ്മിൽ പോകുന്നവനാ, കൈയൊക്കെ ഈ കനവാ. എന്നോ ആരോഗ്യം എന്നറിയോ? ഞാനും അവനും കൂടെ അവനെ കൊണ്ട് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഹോട്ടലിൽ കയറും. നമുക്കോ കഴിക്കാൻ വയ്യ. 15 പൊറോട്ട, 2 ബീഫ് ഫ്രൈ, ചുമ്മാതെ പോകുന്നവനാ. എന്നിട്ടൊന്ന് ചിരിക്കുക. അപ്പം അവൻ ആരാന്ന് ഓർത്തോണം. എന്നോ ആരോഗ്യം അവന്, എന്നോ മസില അവൻ്റെ. അപ്പം ഞാൻ വന്നു. ഞാൻ പറഞ്ഞാടാ ഇരിക്കടാ. അവനൊരു സിംഗിൾ സെറ്റിലോട്ടിരുന്നു. അവനിങ്ങനെ കൈയൊക്കെ വെച്ചിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ടൈറ്റ് പിന്നെ ഇട്ടേക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് എന്താ നോക്കുക, മസിലെ നോക്കുക, നല്ല മസില്. അപ്പം ഞാൻ ചോദിച്ചു, എടാ മോനെ നിന്റെ പ്രശ്നം എന്താ? എനിക്കൊരു പ്രശ്നമില്ല. നിന്റെ പ്രശ്നം എന്താ? എനിക്കൊരു പ്രശ്നം. നിനക്ക് എന്നോട് പ്രശ്നമുണ്ടോ? അച്ഛനോട് എനിക്ക് പ്രശ്നമില്ലെന്നില്ല. എന്നാ ഞാൻ ചോദിച്ചു, നിനക്ക് അമ്മയോട് പ്രശ്നമുണ്ടോ? അമ്മയോട് എനിക്ക് പ്രശ്നമില്ല. അപ്പയോട് പ്രശ്നമുണ്ടോ? അപ്പയോട് പ്രശ്നമില്ല. നിനക്ക് പിന്നെ ആരോട് പ്രശ്നം? ഇവനോട് പ്രശ്നം ഉണ്ടാവും. ഡ്രൈവറെ നോക്കി ചോദിച്ചു. അവൻ്റെ പേര് ശ്രീനിന്നാ. ശ്രീനിയോട് നിനക്ക് പ്രശ്നമുണ്ടോ? അവനോട് പ്രശ്നമുണ്ട്. നിനക്ക് എന്താ പ്രശ്നം? ഞാൻ പിന്നെ പറയാം. എടാ മോനെ ദിനേശ, നീ നോക്കിക്കോടാ, നീ ചെവിയെന്ന് ഉള്ളിക്കോ. 2 ആഴ്ചക്കകത്ത് നിനക്കിട്ട് ഞാൻ തരുവടാ. ഇവനിങ്ങനെയൊക്കെ പറയും. അപ്പൊ എനിക്കൊരു തോന്നല്, ഇവൻ രാത്രി പോയിട്ട് ഇവൻ വണ്ടി കൊണ്ടൊക്കെ വരുമ്പോൾ കഴിഞ്ഞ രാത്രി വരുമ്പോൾ വല്ല പിടിക്കോ ഞാൻ പിന്നെ എൻ്റെ പുറകെ പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് വിട്ടുകളാം. ഞാനങ്ങ് ക്ഷമ ചോദിക്കുക. ഉടനെ ഇവനോട് പറഞ്ഞു, ഞങ്ങളുടെ സ്റ്റൈൽ ഇതാ, ആദ്യം അടി, പിന്നെന്താണ് ക്ഷമ. ആദ്യം അടി നടക്കട്ടെ, പിന്നെ കോംപ്രമൈസ് ചെയ്യാം. ഞാൻ പറഞ്ഞേട്ടാ വിടത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞേടാ, നിനക്കറിയാം 10-20 വയസ്സുള്ള ഒരു അപ്പയായി കിടക്കാം. ഈ അപ്പയും കൊണ്ട് ഇവൻ നടക്കുന്നവനല്ലേടാ. അപ്പൊ പിന്നെ അപ്പയെ തല്ലുന്നവനല്ലോടാ നീ ഇവനെ തല്ലിയ. ഇവനെ ഓടിച്ചെന്ന് അപ്പയ്ക്കിട്ട് ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, അപ്പ എൻ്റെ അപ്പ, പക്ഷെ നിനക്കിട്ടുണ്ട്. എടാ വിടടാ, നിനക്കിട്ടുണ്ട്. ഇങ്ങനൊന്നും അല്ലേ. 5-6 മണി, ഒരു 3/4 മണിക്കൂറായിട്ട് ഞാൻ എന്നോട് പറയുക, ഇവൻ അയത്തില്ല. എനിക്കെന്റെ കലി കയറി എന്ന് പറഞ്ഞാൽ എൻ്റെ പെരുവരിൽ തൊട്ട് കലി കയറി. പക്ഷെ മിണ്ടാനൊക്കൂ, നമ്മൾ ആരായി പോയി? ഉപദേശിയായിപ്പോയി. എല്ലാം നുണഞ്ഞിറക്കണ്ടേ. എന്നിട്ട് ഇവനിങ്ങനെ ഇങ്ങനെ ഇരിക്കുക. എൻ്റെ പാട് തെറ്റ്. 2006 ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റിട്ട് ഇവനോട് എന്തോ പറയേണ്ടത് എനിക്കറിയാൻ വയ്യ. അവസാനം എൻ്റെ ക്ഷമ കെട്ടിട്ട് ഇവനിങ്ങനെ ഞെളിഞ്ഞ് സെറ്റിയായിരിക്കുക. ഞാൻ വന്നിട്ട് ഇവൻ്റെ കാലയിലോട്ട് അങ്ങ് നെടുമ്പാട് വീണു. സാഷ്ടാംഗ പ്രണാമൊന്നും കേട്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞടാ, ഈ വിഷയം വിട്ടെന്ന് നീ എൻ്റെ തലയെ തൊട്ട് സത്യം ചെയ്യാതെ ഞാൻ എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ കേൾക്കണം, ഇവനെന്നെ 1/2 മണിക്കൂർ കാലേ കിടന്നു. ഇവൻ പറയത്തില്ല, ഞാൻ എഴുന്നേക്കത്തുമില്ല. ഇവൻ്റെ 1-2 വട്ടം എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോൾ ഞാൻ അവനെ നമ്മൾ അത്ര മോശമല്ലല്ലോ, കാലെ പിടിച്ച് അവിടെ ഇരുത്തി. ഇവൻ എഴുന്നേക്കത്തില്ല. ഇവൻ പറയത്തില്ല, ഞാൻ എഴുന്നേക്കത്തില്ല. അവസാനം എൻ്റെ അമ്മയുടെ BP കൂടി. അമ്മയ്ക്കെന്ന് പറയാം. അമ്മ പറഞ്ഞു, എടാ ചെറുക്കാൻ ഞാൻ ചത്തു, നീ പറയടാ. അമ്മയും ഭാര്യയും കൂടെ അപ്പുറത്തും ഇപ്പുറത്തുനിന്ന് ഏങ്ങലടിച്ച് കരഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, ചെറി വിട്ടിരിക്കുന്നു. ഇത് പറഞ്ഞ് ഞാൻ എഴുന്നേക്കാൻ തുടങ്ങി. ഞാൻ വളർത്തിക്കൊണ്ടുവന്ന ചെറിയാന്ന് പറഞ്ഞൊരു പാസ്റ്റുണ്ട്, എന്നോട് 8 ഞാൻ തന്നെ ബൈസ്കൂളിൽ പഠിപ്പിച്ച. അവൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഞാൻ ഇവൻ്റെ കാലേ കിടക്കുക. അവൻ ആ കഥ അങ്ങോട്ട് വലിച്ചടച്ചിട്ട്, നീ എൻ്റെ അച്ചാച്ചനെ കാലേ കടത്തിയോ? അടിക്കണോ നീ? അന്ന് ഇവൻ പറഞ്ഞു, നിനക്കിട്ടുണ്ട്. ആർക്കിട്ടാ? വാസകൻ. ഞാൻ വീണ്ടും കിടന്നു മക്കളെ. ആരെ അടിക്കാതിരിക്കാനാ? പാസ്റ്ററെ അടിക്കാതിരിക്കാൻ. 1/4 മണിക്കൂർ ഇവൻ്റെ കാലൻ. അവൻ നേരത്തെ പെണ്ണ് കെട്ടിയായിരുന്നു, അത്രയും ഒരു കൊച്ചിനെ കണ്ടേന്. അവൻ്റെ കാലം ഞാൻ കിടക്കുക. തമ്പുരാനെ എന്ത് രസമാണെന്ന് ഓർത്തെ. ചമ്മി നാറി എഴുന്നേറ്റ് വന്നതിൻ്റെ ഏറ്റവും വലിയ വിഷമം അതല്ല. ഇവനങ്ങോട്ട് പോയപ്പോൾ ഞാൻ പെതുക്കെ ഞാൻ നോക്കിയപ്പോൾ അപ്പ അമ്മയോട് ചോദിക്കുന്നു, എടി ഇവൻ എൻ്റെ തന്നെയാണോ? തീർന്നില്ല. കാരണം എൻ്റെ അപ്പയ്ക്ക് ഭയങ്കര ദേഷ്യക്കാരൻ. ഇവനെങ്ങനെയാണ് ഇങ്ങനെ കിടക്കാനൊക്കെ? ഞാൻ ആകെ അങ്ങ് ചമ്മി. വല്ലാത്ത വിഷമം. അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. 2 ദിവസം എനിക്ക് ഉറങ്ങാനൊത്തില്ല. ഇവൻ്റെ കാലം ഞാൻ എത്ര നേരം കിടന്നു. എന്തോ കാര്യത്തിന് ഉപദേശിയായി പോയതുകൊണ്ടല്ലേ? അല്ല എനിക്ക് ഇവൻ്റെ കിടക്കേണ്ട കാര്യമുണ്ടോ? അല്ല അവൻ കിടക്കുമോ? അല്ല അവൻ എൻ്റെ നേരെ നിൽക്കുമോ? ഉപദേശിയായി പോകണ്ടോ? ഒറ്റ കാര്യം കൊണ്ടല്ല ഞാൻ കിടന്നത്. നിങ്ങൾക്ക് കേൾക്കണോ? 2 ആഴ്ച കഴിഞ്ഞു. എൻ്റെ ചർച്ചിൽ അന്ന് CPM ഒരു താലൂക്ക് കമ്മിറ്റി മെമ്പറുണ്ട്. അവനൊന്ന് ബ്ലോക്ക് മെമ്പറൊക്കെയാണ്. ഞാനും അവനും കൂടെ എൻ്റെ ചൂണ്ടായിട്ട് പഠിച്ചാണ്. ഞാനും അവനും കൂടെ, അവൻ്റെ രഹസ്യ വിശ്വാസിയായിട്ട് അന്ന് വരുന്നുണ്ട്. ഞാനും അവനും കൂടെ നിൽക്കുമ്പോൾ ഇവൻ്റെ അമ്മ എന്നെ പെട്ടെന്ന് വിളിച്ചു. പാസ്റ്റാണോ? ആണോ. എൻ്റെ മോനെ പോലീസ് കൊണ്ടുപോയത്. ചേച്ചി എന്തിനാ? ഇടിവണ്ടി വന്ന് വണ്ടി വളഞ്ഞു. അവനൊരു കമ്പ്യൂട്ടറിൽ ആരാണ്ട് ഒരു പെണ്ണിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഏതാണ്ടൊക്കെ വൃത്തികൾ കാണിച്ചിട്ട് അയച്ചു. അവരത് സൈബർ സെല്ലിന് കൊടുത്തു. സൈബർ സെല്ലിൽ നേരിട്ട് വന്ന് വണ്ടി വളഞ്ഞു, ഫോണും ലാപ്ടോപ്പും എല്ലാം എടുത്തുകൊണ്ട് പോയി. CA ഒന്ന് വിളിക്കണം. അപ്പം ഞാൻ ഈ സഖാവിനോട് പറഞ്ഞു, സാറേ ഒന്ന് വിളിച്ചേ. പുള്ളി വിളിച്ചപ്പം CA പറയാ, ഇതിനകത്ത് ഇടപെടരുത്, നാറിയ കേസ് കേട്ടാ. എടാ ഞാൻ അപ്പം ഇവർ തമ്മിൽ ഒന്നിച്ച് വല്ല കൂട്ടുകാരാ. ഞാൻ അവനെ പിടിച്ചപ്പോൾ അവൻ എന്നെ മസിൽ പിടിച്ച് കാണിച്ചു. ഇവൻ്റെ മസിൽ ഉടച്ചിട്ട് എനിക്കിനി ഒരു സമാധാനമുള്ളൂ. ഞാൻ മൊബൈൽ ഓഫ് ചെയ്യട്ടെ, 1/2 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കാൻ. 70 ദിവസം റിമാൻഡ് കിട്ടും. 70 ദിവസം റിമാൻഡിൽ കിടന്നിട്ട് ഇവൻ പുറത്തിറങ്ങിയപ്പോൾ അവൻ്റെ നാട്ടുകാർ പറഞ്ഞു, ഇവിടെ കാല് കുത്തിയെങ്കിൽ കാല് വെട്ടിക്കളയും. വസ്തു അവൻ അവിടുന്ന് അവനെ നാട് കടത്തിക്കിട്ട് വീടും വിട്ട് സ്ഥലവും വിട്ട് ആൾക്കാർ പോയി. പ്രിയമുള്ളവരെ പറയട്ടെ, അന്ന് തുടങ്ങിയതാ എൻ്റെ യാത്രകൾ. പിറ്റേ ആഴ്ച എനിക്ക് വിസ കിട്ടി. ഞാൻ പിന്നെ വീട്ടിൽ ഇരിക്കേണ്ട വന്നിട്ടില്ല. എനിക്ക് എന്താ ദോഷം ഉണ്ടായേ? 2 വർഷം മുമ്പ് ഞാനൊരു ബാങ്കിൽ നിൽക്കുക.
ഒരാൾ എന്നെ ഇങ്ങനെ ചൊറിഞ്ഞു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കനം കുറഞ്ഞൊരു ചെറുക്കൻ. എന്നെ ഓർമ്മയുണ്ടോ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാനിങ്ങനെ കുറേ നേരം, എടാ നീ ഇന്നാലല്ലേ? ആണച്ചാ, മസിലിയില്ല, ഒന്നുമില്ല. അന്ന് 70 ദിവസം ഇട്ട് ചവിട്ടിയതാ. മെല്ലിച്ചൊരു ചെറുക്കൻ. എനിക്കെന്താ കുഴപ്പം വന്നേ? ഒന്ന് ഒതുങ്ങി കൊടുത്തോണ്ട് എന്തോ പറ്റിയേ? ഒതുങ്ങി കൊടുത്തോണ്ട് എന്തോ ദോഷം വന്നേ? ആരെവിടാ താണേ? സൗമ്യതയുള്ളവരാരാണെന്ന്? ഭാഗ്യവാന്മാരാണ്. അവരെന്തോ ആകുന്ന ഭൂമിയെ അവകാശമാക്കുന്നു. ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ദേഷ്യഭാവം ഗുണം ചെയ്യുന്നതല്ല. ദൈവരാജ്യത്തിലെ ഭാഗ്യാവസ്ഥ അല്ലത്. ദൈവരാജ്യത്തിൽ മിടുക്കാണെന്നോ? അല്ലെന്ന്. സൗമ്യതയുള്ളവരാരാണെന്ന്? ഭാഗ്യവാൻ. ഒരു ഭർത്താവാകണേ എന്തോ വേണം? സൗമ്യത വേണ്ടേ? ഒരു ഭാര്യ ആകണേ എന്തോ വേണം? സൗമ്യത വേണം. ഇന്നത്തെ പിള്ളേരുടെ പ്രത്യേകത എന്താ? പൊട്ടിത്തെറിക്കുക. ആർക്കും ഒന്നും സഹിക്കാൻ വയ്യ. അങ്ങ് എറിച്ചിട്ട് അങ്ങനെ നിൽക്കുകയല്ലേ. എന്നാൽ പക്ഷെ എൻ്റെ ഒരു കൂട്ടുകാരൻ നോവൽ എഴുതി. കുടിക്കാൻ പെപ്സി, കഴിക്കാൻ പപ്സ്, കൂട്ടാൻ മട്ടൻ ചാപ്സ്, കുറിക്കാൻ ബനാന ചിപ്സ്, ധരിക്കാൻ ജോക്കി സോക്സ്, കറങ്ങാൻ സുസുക്കി റിസ്ക്, എഴുതാൻ ഗോൾഡൻ റിനോക്സ്, കാണാൻ ഇന്റർനെറ്റ് സെക്സ്, ആൾ ഓൾ ടൈം റിലാക്സ്. ഒരു കുഴപ്പമില്ലാതെ ആര് വളരുന്നേ? പിള്ളേരെ. എന്തോ പറ്റത്തില്ല, സഹിക്കാൻ വയ്യ. ഞാനൊരിക്കലൊരു ഈ കുടുംബജീവിതത്തെ കൊടുക്കണം. സൗമ്യതയുള്ളവർ ഭൂമി എന്താക്കുമെന്ന് അവകാശമാണ്. ഒരിക്കലും കുടുംബ സെമിനാറിന് പോയപ്പോൾ പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ഭാര്യ കൂട്ടത്തിൽ അന്ന് ഞാൻ നിശ്ചയിച്ചു, ഇനി ഇവളെ കൊണ്ട് ഞാൻ അങ്ങനെ പോകത്തില്ല. കാരണം അത് പ്രശ്നമാണ്, വേറെ പ്രശ്നമാണ്. എന്താ പ്രശ്നം ഞാൻ പറയാം. അപ്പോൾ അന്ന് ഞാൻ പ്രസംഗിച്ചത് ജീവിതം ഒരു സഹനം എന്നൊരു വിഷയമാണ്. സഹനത്തിൻ്റെ വിവിധ വശങ്ങൾ. പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് ഞാൻ എങ്ങാണ്ട് പോകും. ഞാൻ മുണ്ണി ഷർട്ട് നാട്ടി കൊടുക്കാറും. അപ്പോൾ ആകെപ്പാട് അലക്കി തേച്ച് വെച്ച് ഷർട്ടും മുട്ടും എടുത്തങ്ങോട്ട് ഇറങ്ങിയപ്പം അവൾ ഓടിയെന്ന് പറഞ്ഞു, അച്ഛാ ഒരു ചായ കുടിച്ചിട്ട്. ഞാൻ പറഞ്ഞു വേണ്ട, ഈ സമയം മതി. ഞാൻ ഈ കൊച്ചിനെ ഒന്ന് പിടിച്ച് ഇളയ കൊച്ചിനെ കൊണ്ട് കയ്യിലോട്ട് വന്നിട്ട് അവൾ ഓടി ചായ എടുക്കാൻ പോയ സമയത്ത് കൊച്ച് ഷൂ വെച്ചു. ഷർട്ട് മുഴുവൻ അഴുക്കായി. ഞാനിങ്ങനെ പല്ല് കടിച്ച് നിൽക്കുമ്പോൾ അവൾ പതുക്കെ വന്ന് തട്ടിയിട്ട് പറഞ്ഞു, സാരമില്ല ചച്ച, ജീവിതം ഒരു സഹനമാണ്, തീർന്ന്. അപ്പൊ ഇതെല്ലാം പ്രതികരിക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷെ ഓർത്തോണേ, ഗൗരവമായൊരു കാര്യം, ജീവിതം എന്താണ്? സൗമ്യതയുള്ളവർ ഭൂമി എന്താക്കുമെന്ന് കൈവശമാക്കുന്നത്. കഥാൽ നിന്ന് സ്തുതിച്ചേ. അപ്പൊ ഏറ്റവും വലിയ കാഴ്ച എന്താ? എല്ലാത്തിനും തിരിച്ചു പറയുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ അഹങ്കാരം പറയാം. ഓരോ കൈ ചൂണ്ടി ദൈവദാസന്മാരുടെ ഒക്കെ ചേര ചോദിക്കുമ്പോഴേ ചാടി ചോദിക്കുമ്പോൾ കണ്ണീരോടെ പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വലിയ പ്രശ്നം അതായിരുന്നു. എൻ്റെ അമ്മയൊക്കെ നിന്ന് ചൂടുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ തലമുറകൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷെ അന്നൊക്കെ സഹിച്ചത് കൊണ്ട് എന്താ കുഴപ്പം വന്നേ? എനിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. തമ്പുരാനെ, സൗമ്യതയുള്ളവരാരാ? ഭാഗ്യവാന്മാർ. അവർ ഭൂമി എന്താക്കുമെന്ന് അവകാശമാക്കുന്നു. വെറും പറഞ്ഞേ, സൗമ്യതയുള്ളവര് ഭാഗ്യവാന്മാർ. അവർ ഭൂമി എന്താക്കും? ഒരിക്കലും മറക്കരുത്. ദരിദ്രരാരാണ്? ഭാഗ്യവാൻ. ദുഃഖിക്കുന്നവൻ ആരാണ്? ഭാഗ്യവാൻ. സൗമ്യതയുള്ളവൻ ആരാണ്? ഭാഗ്യവാൻ. മിടുക്കനില്ല, കോപിക്കുന്ന മൂക്കിൻ്റെ അറ്റത്ത് ദേഷ്യമുള്ളവൻ ഭാഗ്യവാൻ എന്നല്ല. സൗമ്യതയുള്ളവർ ആരാണ്? ഭാഗ്യവാന്മാർ. അവരെന്തുണ്ടാകും? അവർക്ക് അവകാശമാക്കുന്നു. സ്വർഗരാജ്യം മാത്രമല്ല, കൈവശമാക്കുന്നുള്ള വാക്കിനത്രം ദേ വിൽ ഇൻഹെറിറ്റ് പോർഷൻസ് ഓഫ്. ദൈവം പറഞ്ഞ ഒത്തിരി അവകാശങ്ങളുണ്ട് ഈ ഭൂമിയിൽ, വാഗ്ദത്തങ്ങൾ. ഇത് കൈവശമാക്കണമെങ്കിൽ സൗമ്യതയുള്ളവരായിരിക്കണം. സൗമ്യതയുള്ളവർ ആരാണ്? ഭാഗ്യവാന്മാർ. അല്ലേ? ഞാൻ അടുത്തൊന്ന് വിട്ടിട്ട് നമുക്ക് നിർത്തണമല്ലോ. അടുത്ത ഭാഗത്തൊക്കെ പറഞ്ഞിട്ട് നിൽക്കാം. കരുണയുള്ളവർ ആരാണ്? ഭാഗ്യവാന്മാർ. അവർക്ക് എന്ത് കിട്ടുമെന്ന്? കരുണ. ബ്ലെസ്ഡ് ആർ ദ മേഴ്സിഫുൾ ആൻഡ് ദേ ഷാൽ റിസീവ് മേഴ്സി. കരുണയുള്ളവർ ആരാണ്? ഭാഗ്യവാന്മാർ. അവർക്ക് എന്തോ കിട്ടും? കരുണ കിട്ടും. കരുണയൊരു ഭാവമാണ്, സ്നേഹത്തിന്റെ ഒരു ഭാഷ, സ്നേഹത്തിന്റെ കരുണ, ആർദ്രതയുള്ളൊരു ഭാഗം. ഞാൻ അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ദിവസം നമ്മളെ അറിയാതെ പോകരുത്. അറിയാതെ പോകാതിരിക്കണമെങ്കിൽ വളരെ പ്രത്യേകമായ ചില ചിന്തകൾ കർത്താവ് പറയുക. 8 ഭാഗ്യങ്ങൾ. അതിൽ നമ്മൾ ചിലതൊക്കെ ചിന്തിക്കുകയാണ്. ഒന്ന്, ദുഃഖിക്കുന്നവൻ ആരാണ്? ഭാഗ്യവാൻ. ഒന്ന്, ഏറ്റവും പ്രധാനം, ദരിദ്രൻ ആരാണ്? ഭാഗ്യവാൻ. ദരിദ്രന്റെ ഓപ്പോസിറ്റ് എന്താ? നഗളമാണ്, സമ്പന്നനാണെന്ന്, എനിക്ക് കുറവില്ലെന്ന്, ഞാൻ വലിയ പുള്ളിയാണെന്ന്. ആ വാക്കുകളുടെ ദാഷ്ട്യം കർത്താവിനോട് ഇന്ന് ആത്മാർത്ഥമായിട്ട് ഏറ്റു പറയണം. ഒരു വാക്കെങ്കിലും ദാഷ്ട്യത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവെ ഏറ്റു പറഞ്ഞേ. കാരണം ഞാൻ നിന്നതല്ല, ദൈവം എന്നെ എന്ത് ചെയ്തതാ? നിർത്തിയതാണെന്ന് കണ്ണുകൾ അടച്ചിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കും. ദൈവമേ, നഗളം ഉണ്ടോ? എനിക്ക് നഗളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അഹങ്കാരത്തിന്റെ ഒരു അംശമെങ്കിലും അകത്ത് ബാക്കിയുണ്ടെങ്കിൽ. നമുക്ക് ഭയങ്കര അഹങ്കാരമുണ്ട്. പല മേഖലകളാണ് നമ്മൾ അഹങ്കരിക്കുന്നത്. ഏറ്റവും വലിയ അഹങ്കാരം എന്താണെന്നറിയാമോ? കുടുംബം ഒരു അഹങ്കാരം. എല്ലാവരും ചോദിക്കും, ഞാൻ എവിടത്തെയാന്ന് അറിയാമോ അല്ലേ? എവിടത്തെ? ഞാനും പറയും, ഞാൻ തുണ്ടത്തിലെയാണ്. ഞങ്ങളുടെ നാട്ടിൽ വലിയ അത്ര മോശമല്ലാത്ത വീട് തുണ്ടത്തിലെയാണ്. പക്ഷെ ഞാനൊരു കാര്യം, എൻ്റെ അപ്പൻ്റെ ചേട്ടൻ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അപ്പൻ്റെ ചേട്ടൻ വെള്ളം അടിച്ച്, കഞ്ചാവ് അടിച്ച്, താടി നീട്ടി, മുടി നീട്ടി, പുള്ളി പഴയൊരു എഞ്ചിനീയറായിരുന്നു. പുള്ളി ടൗണിൽ വന്നേക്കും. ഞാനപ്പം കോളേജിൽ നിന്ന് വരുമ്പോൾ പുള്ളി പതുക്കെ കഞ്ചാവ് അടിച്ചിട്ട് ഭയങ്കര മാതമാറ്റീഷ്യനാണ്. പുള്ളി തുടങ്ങും പിള്ളേരെ കാണുമ്പോൾ താടി മുടിയൊക്കെ നീട്ടി. എന്താ പറയുന്നത്? മൈ ഡിയർ സ്റ്റുഡൻസ്, കം ടു മീ, ഐ വിൽ ടീച്ച് യു മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ശുദ്ധമായ ഇംഗ്ലീഷ് അങ്ങോട്ട് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ, സൈൻ തീറ്റ ബൈ ടാൻ തീറ്റ. ഒരു പട്ടികയില്ലേ, കോസ് സൈന് ടാന്, ഇത് മുഴുവൻ കാണാതെ പറയും. ജോസ് തുണ്ടത്തിൽ ടീച്ചിങ് മാത്തമാറ്റിക്സ്, കോസ് സൈൻ ടാൻ. അപ്പോൾ എന്നോട് പിള്ളേർ ചോദിക്കും, ജോസ് തുണ്ടത്തിൽ നിങ്ങളുടെയാണോ? ഞാൻ പറയും, അല്ല, അത് മറ്റേ തുണ്ടത്തിൽ, അത് മറ്റേത് ഞങ്ങൾ വേറെ, ഇത് നിന്റെ സ്വന്തം തരാ. അപ്പൊ എന്തോ ഈ കുടുംബം ഒരു മാന്യത തന്നിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ തന്നതല്ലേ?
രണ്ടെണ്ണം പിഴച്ചു പോയാൽ രണ്ടെണ്ണത്തിന് വട്ട് പിടിച്ച് ആ വീട്ടിലെയാണ് നമ്മൾ പറയുമോ? പറയത്തില്ല. അപ്പം കുടുംബത്തിൽ പുകഴാനുണ്ടോ? സമ്പത്തിൽ പുകഴാനുണ്ടോ? സൗന്ദര്യത്തിൽ പുകഴാനുണ്ടോ? എന്തിനാ പുകഴാനുള്ളത്? ദൈവം തന്ന കൃപയിൽ മാത്രം. ഒന്നിലും നിഗളിക്കാനില്ലാത്തൊരാത്മീയാവസ്ഥ. കർത്താവിന്റെ സന്നിധി ഇന്ന് പകലിപ്പറ, ഞാൻ ആകുന്നത് കൃപയാ കർത്താവേ, നിന്നതല്ല, നിർത്തിയതാ, നാളെ നിർത്തണേ. ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് പറയണം, രാവിലെ എഴുന്നേറ്റിട്ട് പറയണം, നിൽക്കാനുള്ള കൃപ തരണേ, നിൽക്കാനുള്ള കൃപ തരണേ. വിഷമം തോന്നുകയാ, വിഷമം തോന്നുക. എന്തെല്ലാമാ സംഭവിക്കുന്നത്? അഹങ്കാരികൾ ഉയരുമ്പോൾ തമ്പുരാനെ, ആത്മീയ ലോകത്തേറെ അഹങ്കാരി. ഒരു ആൾക്ക് പറഞ്ഞാൽ കേൾക്കത്തില്ല. ആരോടെങ്കിലും ഉപദേശിക്കാൻ ശ്രമിച്ചാൽ അവർ പറയുന്നത് ദൈവം നേരിട്ട് പറഞ്ഞെന്നാ. ദൈവമായിട്ട് ഡയറക്റ്റ് ആരും അംഗീകരിക്കത്തില്ല. ഒന്നും തമ്പുരാനെ ഏറ്റു പറഞ്ഞേ, ഞാൻ നിഗളിക്കാനില്ലെന്ന്, ഞാൻ ആകുന്ന കൃപയാണെന്ന്, എനിക്ക് ദുഃഖം വേണമെന്ന്. ആരെ കണ്ടിട്ട്? എന്നെ കണ്ടിട്ട് ദുഃഖിക്കണം. എന്നിട്ടോ മറ്റുള്ളവരെ കാണണം. കർത്താവെ, കരയാനുള്ളൊരു കൃപ. കർത്താവെ, സൗമ്യത, കോപം എന്നിൽ നിന്ന് മാറ്റണേ. എത്ര പേര് പ്രാർത്ഥിക്കും ആത്മാർത്ഥമായിട്ട്? കോപത്തിന്റെ ദുരാത്മാവ് വിട്ടുപോകാൻ പ്രാർത്ഥിച്ച് അതൊത്തിരി മുറിവുണ്ടാക്കുക. ദൈവമേ, വേണ്ട, എനിക്ക് ഏത് സ്വഭാവം, നിന്റെ ക്വാളിറ്റി. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് എന്ത് ചെയ്യണമെന്ന്, ക്ഷമിക്കണമെന്ന് പറഞ്ഞ ആ ഒരു മനോഭാവത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കരുണ കാണിക്കണമെന്ന്. നമ്മൾ കാണിച്ചില്ല, പിന്നെ ആരാ കാണിക്കുന്നേ? ആർക്കാ നോക്കുന്നത്? വ്യാജശക്തികൾ ഇത് പ്രബലപ്പെടുകയല്ലേ? കരുണ കാണിച്ച് ആര് കാണിക്കേണ്ടതാ? നമ്മൾ കാണിക്കേണ്ടതാ. പ്രാർത്ഥിക്കാവുന്നവരെല്ലാം പ്രാർത്ഥിച്ച്, മുഴങ്കാലുമായി ഇരിക്കാവുന്നവര്